السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. أما بعد فاتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, കടിയങ്ങാട് സംവാദം ഗ്രൂപ്പിൽ സലഫികളും സമസ്തക്കാരും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിലിരിക്കുന്ന അടിസ്ഥാന വിഷയം അഥവാ ഇസ്തിഗാസ അള്ളാഹുവോട് മാത്രമാണോ, അതല്ല അള്ളാഹുവോട് ഇസ്തിഗാസ ചെയ്യുന്ന അതേ കാര്യങ്ങൾ അതേ പ്രകാരം ഔലിയാക്കളോടും പാടുണ്ടോ എന്നുള്ള തർക്ക വിഷയത്തിൽ ഒരു ചർച്ച നമ്മളിവിടെ തുടക്കം കുറിക്കുകയാണ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. അമ്മൻ യുജീബുൽ മുൽത്തറ ഇദാ ദഅാഹു വയക്ഷിഫു സൂ വയജഅലുകും ഖുലഫാഅൽ അർദ് അഇലാഹു മഅല്ലാഹ് ഖലീലൻ മാ തദക്കറൂൻ. സൂറത്തു നംലിലെ 62-ാമത്തെ ആയത്തിൽ അള്ളാഹു ചോദിക്കുന്നത്, ഹതാശനായ ദുരിതബാധിതനായ ഒരാൾ, അയാൾ പ്രാർത്ഥിക്കുമ്പോൾ അയാൾക്ക് ആരാണ് ഉത്തരം നൽകുക? അയാളുടെ ദുരിതങ്ങൾ ആരാണ് നീക്കി കൊടുക്കുക? ആരാണ് നിങ്ങളെ ഭൂമിയുടെ ഉത്തരാധികാരികളാക്കി മാറ്റുക? ആ ഇലാഹു മഅല്ലാഹ്, അള്ളാഹുവിൻ്റെ കൂടെ വേറെ മറ്റു ഇലാഹുകളുമുണ്ടോ? ഖലീലൻ മാ തദക്കറൂൻ, നിങ്ങൾ അല്പം മാത്രമാണ് ചിന്തിക്കുന്നത്. ഇതാണ് വിഷയത്തിന്റെ ഒരു മർമ്മം. അള്ളാഹുവോട് നടത്തുന്ന ദുആ മറ്റാരോടും നടത്തിക്കൂടാ. കാരണം മറ്റാരും ഇലാഹല്ല. ദുആ ഇലാഹ് മാത്രമേ അർഹിക്കുന്നുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിലൊരു ഉഡായിപ്പിന്റെ ന്യായമാണ്, ഞങ്ങൾ ദുആ ചെയ്യുന്നുണ്ട് പക്ഷേ ഇലാഹായി കാണുന്നില്ല. യഥാർത്ഥത്തിൽ ആരാണോ ദുആക്ക് അർഹൻ എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്, മദ്ഉ, അത് തന്നെയാണ് ഇലാഹി എന്നുള്ളതാണ് അഹ്ലുസുന്നയുടെ അഖീദയിൽ ഏറ്റവും പ്രധാനമായിരിക്കുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അദ്ദുആഉ ഹുവൽ ഇബാദ, ദുആ തന്നെയാണ് ഇബാദത്ത്. നുഅ്മാൻ ബിൻ ബഷീർ റളിയല്ലാഹു എന്നുള്ള റിപ്പോർട്ടാണ്. അപ്പോൾ ദുആ ഇബാദത്താണെങ്കിൽ ഏതൊരാൾക്ക് ദുആ ചെയ്യപ്പെടുന്നുവോ അയാൾക്ക് ഇബാദത്ത് ചെയ്യപ്പെടുന്നുവെന്നും അയാൾ ഇലാഹാണ് എന്നുമാണ് അതിന്റെ അർത്ഥം. ഖുൽ, പറയണം നബിയെ, ഇന്നമാ അദൂ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യൂ, വലാ ഉശ്രികു ബിഹി അഹദ, ഞാൻ അവനിൽ യാതൊരാളെയും പങ്കു ചേർക്കില്ല. എന്നാൽ ദുആയിൽ ഞാൻ പങ്കു ചേർക്കില്ല. മറ്റൊരാളോട് ശേഖയെ രക്ഷിക്കണേ, വലിയ കാക്കണേ, തങ്ങളെ സഹായിക്കണേ എന്നിങ്ങനെ റബ്ബിനോട് നടത്തുന്ന ദുആകൾ അതേ പ്രകാരം ഒരിക്കലും ഞാൻ വലിയനോട് നടത്തുകയില്ല. ഖുൽ ഇന്നി ലാ അംലികു ലക്കും ദർറൻ വലാ റശദ, പറയുക, ഞാൻ നിങ്ങൾക്ക് ഗുണമോ ദോഷമോ ഉടമപ്പെടുത്തുന്നില്ല. ഇനി മുഹമ്മദ് നബിയോട് നമുക്ക് പിൽക്കാലത്ത് ദുആ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം നമ്മൾ ദുആ ചെയ്താൽ ആ വിഷയങ്ങൾ തീർക്കാൻ ഉള്ള ഗുണദോഷങ്ങൾ അദ്ദേഹം ഉടമപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് വളരെ വ്യക്തമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു. അപ്പൊ പറയുന്നത്, ഞങ്ങൾ ഈ ഔലിയാക്കളെ വിളിച്ചാൽ അവരത് കേൾക്കുമെന്നും എന്നിട്ട് അവർ റബ്ബിനോട് ശഫാഅത്ത് ചെയ്യുമെന്നും ആ ശഫാഅത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബ് ഞങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചു തരുമെന്നും അപ്പൊ റബ്ബിൽ നിന്ന് തന്നെയാണ് ഞങ്ങൾ ഉത്തരം പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് പൊതുവെ പറയപ്പെടാറുള്ള ഒരു ന്യായം. യഥാർത്ഥത്തിൽ ഏതൊരു വിഷയത്തെയാണ് ഖുർആൻ ശിർക്കായി പരിഗണിച്ചത് എന്ന് പഠിച്ചാൽ നമുക്ക് ആ വിഷയം നന്നായി മനസ്സിലാവും. അബൂജഹലും ഉത്ബത്തും ഷൈബത്തും മക്കയിലെ മുശ്രിക്കുകളും അറബികളും അവരൊക്കെ തന്നെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നത് ഏത് വിധത്തിലായിരുന്നു? എന്താണ് ശിർക്കാണ് എന്നും അള്ളാഹു അല്ലാത്തവർക്കുള്ള ആരാധനയാണ് എന്നും പഠിപ്പിച്ചത്? യഥാർത്ഥത്തിൽ അള്ളാഹു അല്ലാത്തവരെ ശഫാഅത്തുകാരായി കണ്ടു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ മക്കാ മുശ്രിക്കുകൾ അള്ളാഹു അല്ലാത്തവരെ ദുആ ചെയ്തതിനെ സംബന്ധിച്ച്, ഇസ്തിഗാസ ചെയ്തതിനെ സംബന്ധിച്ച് ന്യായം, അവരുടെ ന്യായം സൂറത്ത് യൂനുസിലെ 18-ാമത്തെ ആയത്തിൽ കാണാം. വയഖൂലൂന ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, അവർ പറയുന്നത് ഇവർ അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങളുടെ ശഫാഅത്ത് ചെയ്യുന്നവരാണ്, ശുപാർശകരാണ്. അത്രേ അവർക്ക് വിശ്വാസമുള്ളൂ. ഇലാഹ് എന്ന് അതിന് പേരിട്ടു അവർ സമ്മതിച്ചു. ഇവിടെ സമസ്തക്കാർ അതിനെ ഇലാഹ് എന്ന് പറയുന്നില്ല, പകരം ഷഫീർ എന്ന് പറയുന്നു. മക്കാ മുശ്രിക്കുകൾ ഷഫീർ എന്ന് പറയുന്നതിന് പകരം ഇലാഹി എന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ മക്കാ മുശ്രിക്കുകളുടെ ശുഫാഉ തന്നെയാണ് അള്ളാഹു ആലിഹത്ത് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത് എന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പരലോകത്ത് വരുമ്പോൾ ഞങ്ങളെ സഹായിക്കും, നമ്മൾ പറയാൻ എൻ്റെ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവരെന്ന പച്ചക്കള്ളം വലിയ ഷെയ്ഖുമാരുടെ പേരിൽ കളവായി കെട്ടിച്ചമച്ച് പ്രചരിപ്പിക്കാറുണ്ട്. മാലകളായും പാട്ടുകളായും ഒക്കെ പ്രചരിപ്പിക്കാറുണ്ട്. അത് ഖുർആനിന്റെ അടിസ്ഥാന വിശ്വാസത്തിന് ഘടകവിരുദ്ധമാണ്. മക്കയിലെ മുശ്രിക്കുകളും അവരുടെ ഔലിയാനെ സംബന്ധിച്ച് വിശ്വസിച്ചത് ഇവർ അള്ളാഹുവിന്റെ അരികിൽ ഞങ്ങളെ പിടിക്കും, ഞങ്ങളെ രക്ഷിക്കും എന്നുള്ള കാര്യമാണ്. അതുകൊണ്ട് നിങ്ങളെ രക്ഷിക്കാൻ നിങ്ങളുടെ ഇലാഹുകൾ എവിടെയെന്നാണ് ഖുർആൻ ചോദിക്കേണ്ടത്. പക്ഷേ ഖുർആൻ പകരം നിങ്ങളുടെ ശുഫാഇനെ ഞാൻ കാണുന്നില്ലല്ലോ, നാം നിങ്ങളുടെ ശുഫാഇനെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞത് 6-ാമത്തെ സൂറത്തുൽ അന്നാമിലെ 94-ാമത്തെ ആയത്തിൽ കാണാം. ഉപമാനറാമാക്കും ശുഫാഅക്കും, നിങ്ങളോടൊപ്പം നിങ്ങളുടെ ശുഫാഇനെ നമ്മൾ കാണുന്നില്ല. ഏതാണ് ശുഫാ? അല്ലദീന സഅംതും അന്നഹും ഫീകും ശുറക, ആ ശുഫാഇനെ സംബന്ധിച്ചാണ് അള്ളാഹുവിൽ പങ്കാളികളാണ് എന്ന് നിങ്ങൾ ജൽപ്പിച്ചു പോന്നിരുന്നത്. അപ്പോൾ അള്ളാഹുവിൽ പ്രാർത്ഥനയുടെ വിഷയത്തിൽ, ഇസ്തിഗാസയുടെ വിഷയത്തിൽ നിങ്ങൾ പങ്കാളികളായി കണക്കാക്കി പോന്നിരുന്ന ശുഫാ, അവരെ നാം കാണുന്നില്ലല്ലോ. അപ്പൊ ശുഫാ തന്നെയാണ് ആലിഹത്ത്. ഇവിടെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം സിഎമ്മും മുനമ്പത്തടിഞ്ഞ ബീവിയും അതേപോലെ തന്നെ ഭീമാപ്പള്ളി ഉമ്മയും ഉള്ളാള തങ്ങളും വേങ്ങര കോയപ്പാപ്പയും എല്ലാം ഇലാഹുകളാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മക്കയിലെ മുശ്രിക്കുകൾ ഏത് വിധത്തിലാണോ അവർക്ക് ശഫാഅത്ത് ചെയ്ത് അള്ളാഹുവിങ്കലേക്ക് അടുപ്പിച്ചും അള്ളാഹുവിങ്കൽ ശഫാഅത്ത് ചെയ്തും കാര്യങ്ങൾ നേടിത്തരും എന്ന് വിശ്വസിച്ചത് അതേ വിശ്വാസമാണ് ഇവിടെ സമസ്തക്കാർ കുറ്റപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഈ ശിർക്കൻ വിശ്വാസത്തിൽ നിന്ന് കരകയറാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച തൗഹീദിലേക്ക് മടങ്ങണം. അതിന് അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഖുൽ മൻ റബ്ബുസ് സമാവാതി വൽ അർദ്, ചോദിക്കണം നബിയെ, ആകാശഭൂമികളുടെ റബ്ബ് ആരാണ്? അതായത് ആകാശഭൂമികൾ നിയന്ത്രിക്കുന്നു, സംരക്ഷിക്കുന്നു ആരാണ്? നമ്മുടെ നാട്ടിൽ സമസ്തക്കാർ പലരും പറയാറുള്ളത് സിഎം ആണ്, അള്ളാഹ് ഏൽപ്പിച്ചിട്ടുണ്ട്. അതല്ല, ലോകത്തെ ഇന്ത്യ രാജ്യത്തെ ഭരിക്കുന്നത് അജ്മീർ ഖോജയാണ് എന്ന് പറയുന്ന ആളുകളുണ്ട്. അത്തരം പ്രഭാഷണങ്ങളൊക്കെ വലിയ മുസ്ലിയാക്കന്മാർ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ അള്ളാഹു പറയുന്നത്, ഖുൽ നബിയെ നീ പറയണം അള്ളാഹു എന്ന് പറയണം. അല്ലാതെ അമ്പിയാക്കളെയും മൗലിയാക്കളെയും ആകാശഭൂമികൾ തർബിയത്ത് ചെയ്യാൻ, വളർത്താനും സംരക്ഷിക്കാനും ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാനല്ല. ഖുൽ നബിയെ നീ ചോദിക്കണം, അഫത്തഖത്തും മിൻ ദൂനിഹി ഔലിയ, നിങ്ങൾ അള്ളാഹുവിനെ കൂടാതെ ഉള്ളവരെ ഔലിയ ആയി സ്വീകരിക്കുകയാണ്. അതായത് അള്ളാഹുവിനോട് കാണിക്കേണ്ട വല,
നിങ്ങൾ ഈ സൃഷ്ടികളോട് കാണിക്കുകയാണോ എന്നാണ് ചോദ്യം. ബന്ധം അള്ളാഹുവിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുമെന്ന് കരുതുന്നത് പോലുള്ള ബന്ധങ്ങൾ നിങ്ങൾ സൃഷ്ടികൾക്ക് വകവെച്ചു കൊടുക്കുകയാണോ? എന്നാൽ അത് പാടില്ല. എന്തുകൊണ്ട്? ലാ യംലികൂന ലി അൻഫുസിഹിം നഫ്അൻ വലാ ദർറ. അവർക്ക് തന്നെ ഗുണദോഷങ്ങൾ ഉടമപ്പെടുത്തുന്നില്ല. ഖുൽ, അതുകൊണ്ട് നബിയെ ചോദിക്കണം, ഹൽ യസ്തവിൽ അഅ്മാ വൽ ബസീർ, അന്ധനും കാഴ്ചയുള്ളവനും സമമാകുമോ? വ്യക്തമായ ഉദാഹരണങ്ങളിലൂടെയാണ് റബ്ബിനോട് മാത്രം ഇസ്തിഗാസ ചെയ്യുന്നതിനെയും സൃഷ്ടികളോട് ഇസ്തിഗാസ ചെയ്യുന്നതിനെയും ഖുർആൻ വേർതിരിക്കുന്നത്. അതേപോലെ തന്നെ അതല്ല, ഹൽ തസ്തവിൽ ളുലുമാതു വന്നൂർ, ഇരുട്ടുകളും വെളിച്ചവും സമമാകുമോ? ജഅലൂ ലില്ലാഹി ശുറക, അള്ളാഹുവിന് അവർ പങ്കാളികളെ നിശ്ചയിക്കുകയാണോ എന്നിങ്ങനെ ഖുർആൻ ചോദിക്കുന്നുണ്ട്. അതിനിടക്ക് അള്ളാഹു വളരെ കൃത്യമായിട്ട് എന്തിനാണ് ഇപ്രകാരം പറഞ്ഞത്? അന്ധനും കാഴ്ചയുള്ളവനും സമമാവുകയില്ല, ഇരുട്ടും വെളിച്ചവും സമമാവുകയില്ല എന്ന് പറയാനുള്ള കാരണം എന്താണ്? ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമാവുകയില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇത് ഖുർആൻ അങ്ങേയറ്റ സ്ഥലത്ത് വമായസ്തവിൽ അഹ്യാഉ വൽ അംവാത്ത് വേറെ പറഞ്ഞിട്ടുണ്ട്, ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമാവുകയില്ല എന്നും. അതുകൊണ്ട് ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ദുനിയാവിൽ നൽകിയ ഒരു പ്രകൃതമുണ്ട്, വുസ്അ എന്ന് പറയും, കഴിവ്. അതുകൊണ്ട് അലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഒരു നഫ്സിനെയും അവരുടെ കഴിവിൽപ്പെടാത്തത് അള്ളാഹു നിർബന്ധിക്കുന്നില്ല. അപ്പോൾ കഴിവിൽപ്പെട്ടത് കഴിവിൽപ്പെടാത്തത് എന്നുണ്ട്. അതുപോലെ അൽ ഖുദ്റത്തുൽ ഇലാഹിയ, റബ്ബിന് മാത്രമുള്ള കഴിവ്, അത് വേറെയുമുണ്ട്. പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുക എന്നുള്ളത് റബ്ബിന് മാത്രമുള്ള കഴിവാണ്. റബ്ബിന്റെ ഒരു പ്രവർത്തനം ഒരു സൃഷ്ടിയും പ്രവർത്തിക്കും. വാദിക്കുന്നത് അള്ളാഹു സ്വയം കഴിവുകൊണ്ട് പ്രവർത്തിക്കുന്നു, സൃഷ്ടികൾ അഥവാ ഔലിയാ അംബിയാ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് പ്രവർത്തിക്കുന്നു. പ്രവർത്തനം ഒന്ന് തന്നെയാണ്. അള്ളാഹുവിന്റെ പ്രവർത്തനം അത് സൃഷ്ടികൾ അള്ളാഹു കൊടുത്ത കഴിവുകൊണ്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പച്ചയായ ശിർക്ക്. ആ ഒരു വിശ്വാസം ഒരു സത്യവിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. വൈദാറ അല്ലദീന അശ്റകൂ ശുറകാഅഹും, ഇങ്ങനെ അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട ഇസ്തിഗാസയും ദുആയും നേർച്ചയും ഒക്കെ നിങ്ങൾ ഏത് പങ്കാളികൾക്കാണോ കൊടുത്തത് അവരെ പരലോകത്ത് വെച്ച് കാണുന്ന സമയത്ത് ഖാലു, അവർ പറയും, റബ്ബനാ ഹൗലായി ശുറകാഉന, ഇവരാണ് ഞങ്ങളുടെ പങ്കാളികൾ, അല്ലദീന കുന്നാ നദൂ മിൻ ദൂനിക്, നിന്നെ കൂടാതെ ഇവരോടാണ് ഞങ്ങൾ ദുആ ചെയ്തത്. അള്ളാഹു പറഞ്ഞത് ഫഅൽഖൗ ഇലൈഹിമുൽ ഖൗൽ ഇന്നകും ലകാദിബുൻ, നുണയന്മാരാണ് എന്നാണ് ഇവരെ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന കാര്യങ്ങൾ ദുആ ചെയ്യാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് ഏതെങ്കിലും ഒരു വലിയനെ സംബന്ധിച്ച് വിശ്വസിക്കുന്നവൻ നുണയനാണ്, അള്ളാഹുവിൽ പങ്കുചേർത്തവനാണ്, വേറെ ഇലാഹുകളെ വകവെക്കുന്നവനാണ്. ശുഫാഅ് തന്നെ ആലിഹത്ത് എന്ന തത്വമാണ് ഞാനിവിടെ സമർപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഷർഹുൽ മഖാസിദ് ഇമാം തർത്താസാനി, അതേപോലെ തന്നെ ഇമാം ബാഖിലാനി അദ്ദേഹത്തിന്റെ ഇൻസാഫ് ഇവിടെയൊക്കെ ഉദ്ധരിച്ചിരിക്കുന്നത് ഹഖീഖത്തു തൗഹീദ്, ഏകദൈവത്വത്തിന്റെ അള്ളാഹുവെ മാത്രം ആരാധിക്കണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാമോ? ഇഅ്തിഖാദു അദമി ശരീകി ഫിൽ ഉലൂഹിയ, ഉലൂഹിയത്തിൽ പങ്കാളികളെ വെക്കാതിരിക്കണം എന്ന വിശ്വാസമാണ്. വഹവാസിഹ, ഉലൂഹിയത്തിൽ മാത്രമല്ല അള്ളാഹുവിന് മാത്രം ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകളിലും സമന്മാരെ വെക്കാൻ പാടില്ല. അള്ളാഹ് കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും എന്നിങ്ങനെയുള്ള ഹവാസിലും പങ്കുകാരെ വെക്കാൻ പാടില്ല. സമസ്തക്കാർ അത് ചെയ്യുന്നുണ്ട്. ഇത് ലോകം നിയന്ത്രിക്കുന്നത് റബ്ബാണ് എന്ന കാര്യത്തിൽ, അതേപോലെ വ്യക്തികളെ സൃഷ്ടിക്കുന്നത് റബ്ബാണ് എന്ന കാര്യത്തിൽ, ഇബാദത്ത് അർഹിക്കുന്നത് റബ്ബാണ് എന്ന കാര്യത്തിൽ ഇസ്ലാമിന്റെ ആളുകൾക്ക് തർക്കമുണ്ടാകാൻ പാടില്ല. എന്നാൽ പ്രപഞ്ചം നിയന്ത്രിക്കുന്നത് മടവൂരാണെന്ന് ഇവർ പറയുന്നു, ശൈഖന്മാരാണെന്ന് പറയുന്നു. അങ്ങനെ പറയുന്ന തരീഖത്തുകാരൊക്കെ ഇവർ ഇസ്ലാമിന്റെ രൂപമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. എന്നാൽ പിന്നെ തഫ്താസാനി പറഞ്ഞു, വലാ നിസാ ലി അഹ്ലിൽ ഇസ്ലാം ഫി അന്ന തദ്ബീർ അൽ ആലം വഖൽഖൽ അജ്സാമി വസ്തിഖാഖൽ ഇബാദ, ഇതൊക്കെ എന്താണ്? അതിലൊന്നും ഒരു തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെ എല്ലാം വഖദ്ദമ മാ യഖൂമു ബിനഫ്സിഹി കുല്ലുഹാ മിനൽ ഖവാസ്, ഇതൊക്കെ ഹവാസിൽപ്പെട്ടതാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒരു വലിയന് ശൈഖിന് വകവെച്ച് കൊടുത്താൽ അവൻ എന്തായി മാറി? ശിർക്ക് ചെയ്യുന്നവനായി മാറി. എന്നാൽ നമ്മുടെ നാട്ടിൽ സമസ്തക്കാരുടെ പ്രസിദ്ധീകരണങ്ങളൊക്കെ എഴുതി വെച്ചല്ല ഒരു ഹദീസിനെ, ബുഖാരിയിലെ ഒരു ഹദീസിനെ, അതായത് ഫർളുകൾക്ക് പുറമെ സുന്നത്തുകൾ ചെയ്ത് അള്ളാഹുവിന്റെ വലിയ എന്ന പദവി നേടിയെടുക്കാൻ ഏതൊരു മുഅ്മിനും സാധിക്കും. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ തൗഹീദിന്റെ പേരിൽ. എന്നാൽ അവർ ആ ഹദീസിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അള്ളാഹ് കാണുന്നത് പോലെ കാണും, ഹലാലായത് കാണുന്ന പിന്നെ അള്ളാഹു അവന്റെ കണ്ണാകും എന്നതിനെ അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്ന് ദുർവ്യാഖ്യാനിച്ചു. ഈ ഹദീസിൽ കാത് ഞാനാകുമെന്ന് പറഞ്ഞതിന്റെ താല്പര്യം സംസ്തക്കാർ എഴുതാണ്. അവന്റെ കാതിന്റെ സ്ഥാനത്ത് അള്ളാഹു താലാണ് എന്നല്ല, അത് അസംഭവ്യമാണ്. എന്നിട്ട് പറയണം അതിന്റെ ഉദ്ദേശം അള്ളാഹു കേൾക്കുന്നത് പോലെ, ശരിക്കും ശ്രദ്ധിക്കണം, അള്ളാഹു കേൾക്കുന്നത് പോലെ സ്ഥല ശബ്ദ വ്യത്യാസം എന്നെ കേൾക്കാൻ സാധിക്കും. ഇത് CM സ്മരണീയ രീതിയാണ്. ഒറിജിനൽ പേജ് വേണമെങ്കിൽ ഞാൻ പോസ്റ്റ് ചെയ്തു. കയ്യും കാലും കണ്ണും കാതും എല്ലാം അള്ളാഹു ആകുമെങ്കിൽ ആരെയും എപ്പോഴും എവിടെ വെച്ചും സഹായിക്കാൻ സാധിക്കുമെന്നതിൽ സംശയം എന്തിരിക്കണ്ടോ? അപ്പം ആരെയും എവിടെ വെച്ചും എങ്ങനെയും സഹായിക്കാൻ കഴിയാതെ റബ്ബിന് മാത്രം കഴിയുന്ന കാര്യമാണ്. അത് ഔലിയാക്കൾക്ക് കഴിയുന്നതാണ് ഇവർ പഠിപ്പിക്കുന്നത് എന്നൊരു വിശ്വാസം. അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. അപ്പോൾ അള്ളാഹു സഹായിക്കുന്നത് പോലെ ഈ അടിമക്കും സഹായിക്കാൻ സാധിക്കും. ഖുർആൻ പറയുന്നു, ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ, അള്ളാഹുവിനെ പോലെ യാതൊന്നുമില്ല എന്ന് സൂറത്ത് ശൂറായിലെ പിന്നെ 42-ാം സൂറത്തിൽ 11-ാമത്തെ ആയത്തിൽ പറയുമ്പോൾ ഇവർ പറയുന്നു അള്ളാഹ് കാണുന്നത് പോലെ കാണാൻ അള്ളാഹു കഴിവ് കൊടുക്കും. മുസ്തഫ ഫൈലൊക്കെ പറഞ്ഞത് ആ കണ്ണിന്, ഔലിയാക്കളുടെ കണ്ണിന് അള്ളാഹു ദിവ്യശക്തി പകരും, കാതിന് അള്ളാഹു ദിവ്യശക്തി പകരും. ഔദുബില്ലാ, അതാണ് ഉലൂഹിയത്ത്. അപ്പോൾ ഉലൂഹിയത്ത് വകവെച്ച് കൊടുത്തുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള സമസ്തക്കാർ ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. അത് കടുത്ത ശിർക്കാണ്. ശിർക്ക് നരകം നിർബന്ധമാക്കപ്പെടും, സ്വർഗം തടയപ്പെടും, അമലുകൾ പൊളിക്കപ്പെടും എന്നുള്ള ആ ഗൗരവം മനസ്സിലാക്കണം. ശിർക്കിൽ നിന്ന് രക്ഷപ്പെടാനും തൗഹീദ് സ്വീകരിക്കാനും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിന്റെ വിശുദ്ധമായ പ്രമാണം ഉൾക്കൊള്ളാൻ അള്ളാഹു സഹായിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തിലൻ വർസുഖ്ന ഇജ്തിനാബ വസല്ലല്ലാഹു അലാ മൻ നബിയ ബഅദ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു വഅലൽ ആലി വൽ അസ്ഹാബി അജ്മഈൻ. അമ്മാ ബഅദു. ഫയാ അയ്യുഹന്നാസ് ഉസീകും ഇബാദല്ലാഹ് വഇയ്യായ അവ്വലൻ ബിതഖ്വല്ലാഹ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, വിശിഷ്യ മറു സംവാദകൻ പ്രിയങ്കരനായ ഷംസുദ്ദീൻ ബിൻ ഫരീദ് മൗലവി അവർകളെ,
അല്ലാഹു തആല നമ്മുടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. നാഫിആയ ഇൽമിനെ, ഹിദായത്തിനെ അല്ലാഹു തആല നമുക്കെല്ലാം വർദ്ധിപ്പിച്ച് തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വളരെ ആത്മാർത്ഥമായ ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടെയാണ് നമ്മളിങ്ങനെ ഒരു സംവാദത്തിന് വേദി ഒരുക്കിയിട്ടുള്ളത്. അല്ലാഹു തആല ഹഖ് ഹഖായി മനസ്സിലാക്കാനും ബാത്തുലായി തള്ളിക്കളയാനും അല്ലാഹു നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ആദ്യമായി പ്രിയങ്കരരായ ശ്രോതാക്കളോട് പറയാനുള്ളത്, മുൻധാരണകളില്ലാതെ വിഷയത്തെ സമീപിക്കണമെന്നും സത്യം സത്യമായി ബോധ്യപ്പെടുകയാണെങ്കിൽ അത് സ്വീകരിക്കാൻ മടി കാണിക്കരുത് എന്നും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ എല്ലാവരുടെയും ആത്യന്തികമായ ലക്ഷ്യം പരലോക വിജയമാണ്. ആഖിറത്തിൽ പരാജയപ്പെട്ടു പോവാതിരിക്കാനാണ് നാം ഓരോരുത്തരും ലക്ഷ്യമിടുന്നത്. അത് തന്നെയായിരിക്കണം ലക്ഷ്യം. മറ്റൊരു ലക്ഷ്യത്തിന് വേണ്ടിയും ദുനിയാവിന് പകരമായി നാം നമ്മുടെ ആഖിറത്തിനെ വിറ്റ് നശിപ്പിക്കാൻ പാടില്ല. അല്ലാഹു നമ്മെ എല്ലാവരെയും അവന്റെ മുഅ്മിനീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇവിടെ സംവാദ വിഷയമായി നാം തെരഞ്ഞെടുത്തിരിക്കുന്നത് ഇസ്തിഗാസ അഥവാ മരണപ്പെട്ടുപോയ മഹത്തുക്കളെ വിളിച്ചുള്ള സഹായാർത്ഥന. അത് ഷിർക്കാണെന്നാണ് മുജാഹിദുകൾ വിശ്വസിക്കുന്നത്, അവർ പറയുന്നത്, അവർ പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുന്നതും. എന്നാൽ സുന്നി പക്ഷത്തിന്റെ നിലപാട് മരണപ്പെട്ടുപോയ മഹത്തുക്കളെ വിളിച്ച് സഹായം തേടൽ ഷിർക്കേ അല്ല എന്നാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ഷിർക്കിന്റെ നിർവചനം ഇവിടെ സഅദുദ്ദീൻ അത്തഫ്താസാനി റഹിമഹുള്ളയെ ഉദ്ധരിച്ചുകൊണ്ട് നമ്മുടെ മറുസംവാദകൻ തന്നെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്ത്? ഉലൂഹിയ്യത്തിൽ പങ്കുകാരനെ ചേർക്കലാണ്, അഥവാ അള്ളാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ ഏതെങ്കിലും ഒരു വ്യക്തി, ഒരു ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കലാണ്. ഇഅ്തിഖാദു അദ്മി ശരീക്ക്, ശരീക്ക് ഇല്ല എന്ന് വിശ്വസിക്കലാണ് തൗഹീദ്. അപ്പൊ ശരീക്ക് ഉണ്ട് എന്ന വിശ്വാസമാണ് ഷിർക്ക്. ഇത് സഅദുദ്ദീൻ തഫ്താസാനി റഹിമഹുള്ളയുടെ ഉദ്ധരണി മുകളിൽ മറുസംവാദകൻ തന്നെ രേഖപ്പെടുത്തിയതാണ്. അതുപോലെ തന്നെ ഉലൂഹിയത്തിന്റെ ഖവാസ്, അതിന് പ്രത്യേകമായ വിശേഷണങ്ങൾ, സിഫാത്തുകൾ, അതിൽ മറ്റൊരു പങ്കാളിയെ വിശ്വസിക്കുക എന്നത് ഷിർക്കാണ്. ഈ വിശ്വാസമാണ് ഷിർക്ക്, പ്രവർത്തനമല്ല എന്നത് നേരത്തെ മതസംവാദകൻ തന്നെ ഇവിടെ സംസാരിച്ചതിൽ നിങ്ങൾക്ക് ബോധ്യമുണ്ടാവും. അപ്പോൾ അള്ളാഹുവിനെ പോലെ മറ്റൊരു ശക്തി ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ മതി, പിന്നെ ഇസ്തിഗാസയൊന്നും ചെയ്യണ്ട. അങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പുതപ്പെട്ട് കിടന്നുറങ്ങിയാൽ പോലും ഷിർക്കാണാവും, മുശ്രിക്കാവും. അള്ളാഹുവിന്റെ ഗുണഗണങ്ങൾ മറ്റൊരാൾക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ചാൽ പിന്നെ ഇസ്തിഗാസ ചെയ്യേണ്ട ആവശ്യമില്ല. ഇസ്തിഗാസ ചെയ്യലോ ഇസ്തിഗാസ ചെയ്യാതിരിക്കലോ മുശ്രിക്കാവുന്നതിന്റെയും മുശ്രിക്കാവാതിരിക്കുന്നതിന്റെയും ഇടയിലുള്ള വ്യത്യാസം അല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇങ്ങനെ ഒരു വിശ്വാസം ഒരാൾക്ക് ഉണ്ടായാൽ മതി. അപ്പൊ ഇസ്തിഗാസയല്ല ഇവിടെ ഷിർക്കാക്കുന്നത്, ഇസ്തിഗാസയല്ല ഇവിടെ തൗഹീദാക്കുന്നതും. രണ്ടും ഇസ്തിഗാസയല്ല. ഇസ്തിഗാസ ഈ വിഷയത്തിൽ ഒരു മാനദണ്ഡമേ അല്ല. ഇസ്തിഗാസ ചെയ്യുന്ന ആൾ മുശ്രിക്കാകും അല്ല. വിശ്വാസപരമായ ഒരു വിഷയമാണ് ഷിർക്ക്, തൗഹീദ് എന്നത്. ഇസ്തിഗാസ ചെയ്യുന്നവന്റെ, അത് ജീവിച്ചിരിക്കുന്നവരോടായാലും ശരി, ഇസ്തിഗാസ ചെയ്യുന്നവന്റെ, ജീവിച്ചിരിക്കുന്നവനോട് സഹായം തേടുമ്പോൾ ഒരു മനുഷ്യന്റെ വിശ്വാസം എന്താ? ഓൻ ദൈവമാണെന്നാ, അല്ലെങ്കിൽ ഓന് ദൈവത്തിന്റെ ഗുണഗണം ഉണ്ട് എന്നൊരാൾ വിശ്വസിച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്ന ഒരാളോട് ചോദിച്ചാലും ഷിർക്ക് തന്നെയാണ്. അതിൽ തർക്കമൊന്നുമില്ല, അതിൽ ആർക്കും തർക്കമില്ല. ഇപ്പോ ജീവിച്ചിരിക്കുന്ന മാതാമൃതാനന്ദമഴി ദേവി, ആ ദേവി ദേവിയാണെന്നും ദൈവമാണെന്നും വിശ്വസിച്ച ഒരാൾ സഹായം ചോദിക്കേണ്ട ആവശ്യമില്ല, അവൻ മുശ്രിക്ക് തന്നെയാണ്. അതിലാർക്കാണ് തർക്കം? അതിലാർക്കും തർക്കമില്ല. ഇവിടെ മരണപ്പെട്ടു പോയ മഹാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ആ മഹാത്മാവ് മരണപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവമല്ല എന്ന് ഉറപ്പിക്കുകയാണ്. കാരണം ദൈവത്തിന് മരണമില്ലല്ലോ, ഇലാഹിന് മരണമില്ല, മരണമില്ലാത്തവനാണ് ദൈവം. അതാണ് ദൈവത്തിന്റെ, ഇലാഹിന്റെ വിശേഷണം. ഇവിടെ മുഹ്യിദ്ദീൻ ഷെയ്ഖ് മരണപ്പെട്ടിട്ടുണ്ട്. മരണപ്പെട്ടു പോയ മുഹ്യിദ്ദീൻ ഷെയ്ഖിനോടാണ് ചോദിക്കുന്നത് എന്ന് വിശ്വസിക്കുമ്പോൾ തന്നെ ദൈവമല്ല എന്ന് ഉറപ്പിക്കുകയാണ്. സ്വാഭാവികമായും എൻ്റെ പ്രിയപ്പെട്ട മുജാഹിദുകളെ, നിഷ്പക്ഷമായി ആലോചിച്ച് നോക്കി. ജീവിച്ചിരിക്കുന്നവരോട് തേടുമ്പോൾ ഷിർക്കാവാനുള്ള സാധ്യത എത്രയുണ്ടോ അതിന്റെ 1% പോലും മരണപ്പെട്ടവരോട് ചോദിച്ചാൽ ഷിർക്കാവാൻ ചാൻസ് ഇല്ലല്ലോ. കാരണം എന്തുകൊണ്ട്? ജീവിച്ചിരിക്കുന്ന ആളും ജീവിച്ചിരിക്കുന്ന അള്ളയും ജീവിച്ചിരിക്കുന്നു എന്ന വിഷയത്തിൽ എന്തുണ്ട്? ഒരു ചെറിയ ഒരു സാമ്യത കാണാം. എന്നാ മരണപ്പെട്ടു പോയ മുഹ്യിദ്ദീൻ ഷെയ്ഖും ജീവിച്ചിരിക്കുന്ന അള്ളയും എങ്ങനെയാ ഒരുപോലെ ആകുന്നത്? അതെങ്ങനെയാണ്? അതിന്റെ ട്രിക്ക് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? മരണപ്പെട്ടു പോയ മുഹ്യിദ്ദീൻ ഷെയ്ഖ് ജീവിച്ചിരിക്കുന്ന അള്ളയും ആകുന്നത് എങ്ങനെയാണ്? ഒരിക്കലും ആകൂല. നേരത്തെ പ്രിയങ്കരനായ മൗലവി സാഹിബ് തന്നെ ഓതിയ ആയത്ത് നിങ്ങൾ ശ്രദ്ധാപൂർവം കേട്ടിട്ടുണ്ടാകും. ജീവിച്ചിരിക്കുന്നവരും മരണപ്പെട്ടവരും സമമല്ല. ജീവിച്ചിരിക്കുന്ന അള്ളയും മരണപ്പെട്ടു പോയ മുഹ്യിദ്ദീൻ ഷെയ്ഖും എങ്ങനെ സമമാകും? ഒരിക്കലും സമമാകില്ലല്ലോ.
അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു പോയ ഷെയ്ഖിനോട് ചോദിച്ചാലും അതുപോലെ തന്നെ മഹാന്മാരായ അമ്പിയ ഔലിയാക്കളോടൊന്ന് ചോദിച്ചാൽ അതൊന്നും ഷിർക്കിന്റെ ഗണത്തിൽ പെടൂല, അതൊന്നും ഷിർക്കിന്റെ പരിധിയിൽ വരും എന്നത് കേവലം തെറ്റിദ്ധാരണയാണ്. മരണപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ ആ വ്യക്തി ഇലാഹല്ല എന്ന് ആണിയടിച്ച് ഉറപ്പിക്കലാണ്. ഇതാർക്കാ മനസ്സിലാവാത്തത്? നിഷ്പക്ഷമായി മനസ്സിലാക്കുന്ന ഏതൊരാൾക്കും ചിന്തിച്ചാൽ അറിയാവുന്ന ഒരു യാഥാർത്ഥ്യമല്ല ഇത്. ഇതിനായത്തും ഹദീസിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇനി മറ്റൊരു വശം, മൗലവിമാര് അല്ലെങ്കിൽ മുജാഹിദുകള് അവര് ചില ആയത്തുകൾ ഒക്കെ ഓതാറുണ്ടല്ലോ. ഏതാ ആയത്തുകൾ? നേരത്തെ പ്രിയങ്കരനായ സഹോദരൻ ഓതി, ഇന്നമാ അദ്ഉ റബ്ബി. നബിയെ പറയണം, ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ, ഞാൻ എൻ്റെ റബ്ബിനെ മാത്രമേ ആരാധിക്കൂ. ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഞാൻ മുകളിൽ അതാ തഫ്സീർ കൊടുത്തിരിക്കുന്നു. അല്ലാമ ഇബ്നു കസീറിന്റെ തഫ്സീറാണ്. ഇന്നമാ അഅ്ബുദു റബ്ബി അദ്ഉ എന്ന് പറഞ്ഞാൽ അഅ്ബുദു റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കൂ, അല്ലാഹ് അല്ലാത്ത ഒരാളെയും ആരാധിക്കാൻ പാടില്ല. ഇതാണ് വിഷയം. ലാ തദ്ഉ മഅല്ലാഹി അഹദാ, അല്ലാഹ് അല്ലാത്ത ഒരു ശക്തിയെയോ ഒരു വ്യക്തിയെയോ ആരാധിക്കാൻ പാടില്ല, അതിന് ആരാധന അർപ്പിക്കാൻ പാടില്ല. അതിനാണ് മൗലവിമാരെപ്പോഴും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ. ലാ തദ്ഉ മഅല്ലാഹി അഹദ, നിങ്ങൾ എന്ത് ചെയ്യരുത്, പിന്നെ അല്ലാഹല്ലാത്ത ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹ്ക്ക് പുറമെ മറ്റ് ശക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട് എന്നൊക്കെ ഈ പറയുന്ന ഈ വിളിച്ചു പ്രാർത്ഥന എന്ന പ്രയോഗം അവര് തന്നെ മുജാഹിദുകൾ അറിയാതെയായിരിക്കാം അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ദീനിന്റെ പേരിൽ. ആ ഒരു പ്രയോഗം തന്നെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതല്ല. മറിച്ച് ഈ ദഅ യദ്ഉ എന്ന പദത്തിന് ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ മുഴുവൻ കൊടുത്ത അർത്ഥം അബദ യഅ്ബുദു എന്നാണ്, ആരാധിക്കുക എന്നാണ്. ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ രക്ഷിതാവിനെ മാത്രമേ ആരാധിക്കൂ. ലാ തദ്ഉ മഅല്ലാഹി അഹദ, അല്ലാഹുവിനോട് കൂടെ അല്ലാഹ്ക്ക് പുറമെ മറ്റൊരു ഇലാഹിനെ നിങ്ങൾ ആരാധിക്കരുത്. വമൻ അദല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാഹ്, അല്ലാഹ് ഇല്ലാത്ത വ്യക്തിയെയോ ശക്തിയെയോ ആരാധിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരുണ്ട്? ഇതാണ് ആയത്തിന്റെ അർത്ഥം. ഇങ്ങനെ ആയത്തിന്റെ അർത്ഥം പറഞ്ഞാൽ ഈ വിളിച്ചു പ്രാർത്ഥനയ്ക്ക് സ്ഥാനം ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട മൗലവിമാര് അറിയാതെയാണെങ്കിലും തെറ്റിദ്ധരിച്ച് പറഞ്ഞ് ഈ തെറ്റിദ്ധാരണയിൽ മറ്റുള്ളവരും പെട്ടുപോകുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. പരിശുദ്ധമായ ഖുർആനിൽ ധാരാളം സ്ഥലത്ത് ഈ ദഅ യദ്ഉ മുജാഹിദീങ്ങൾ പറയുന്ന വിളിച്ചു പ്രാർത്ഥന എന്ന പ്രയോഗം പരിശുദ്ധമായ ഖുർആനിൽ നടത്തിയത് കാണാം. ലാ തജ്അലൂ ദുആ അർ-റസൂലി കദുആഇ ബഅദികും ബഅദാ, നിങ്ങൾ റസൂലുള്ളാഹിനോടുള്ള, മുജാഹിദിന്റെ ഭാഷയെ പറഞ്ഞ വിളിച്ചു പ്രാർത്ഥനയെ ദുആ അർ-റസൂലിന, ദുആ എന്ന പദം തന്നെ അവിടെ ഉപയോഗിച്ചു. നിങ്ങൾ മറ്റു ചിലരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ ആക്കരുത്. നിങ്ങൾ മറ്റു ചിലരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് പോലെ റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതാക്കരുത്. റസൂലിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ നല്ല ഖൗഫോടും വഖാറോടും നല്ല വിനയത്തോടും വിളിച്ച് പ്രാർത്ഥിക്കണം. ഇതാണോ ആയത്തിന്റെ അർത്ഥം? ദുആ അർ-റസൂലി അല്ല. അവിടെ ദുആഇന്റെ അർത്ഥം വിളിച്ചു പ്രാർത്ഥന എന്നോ ആരാധന എന്നോ അല്ല. ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ, രാപ്പകലില്ലാതെ എൻ്റെ ജനതയോട് ഞാൻ ദുആ ചെയ്തു. അഥവാ മുജാഹിദിന്റെ ഭാഷയെ പറഞ്ഞാൽ വിളിച്ചു പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. യഥാർത്ഥത്തിൽ അതാണോ? അല്ല. അവിടെ ക്ഷണിച്ചു എന്ന അർത്ഥത്തിനാണ്. മറ്റേ സ്ഥലത്തോ നേരത്തെ പറഞ്ഞെടുത്ത് വിളിച്ചു എന്ന അർത്ഥത്തിലാണ്. ഈ ദുആഇന് പല അർത്ഥ തലങ്ങളുണ്ട്. എല്ലാ ദുആഉം പ്രാർത്ഥനയാണ് എന്നത് ശരിയല്ല. അദ്ദുആഉ ഹുവൽ ഇബാദ എന്നതിന്റെ അർത്ഥം എന്തല്ല, എല്ലാ ദുആഉം ആരാധനയാണ് എന്നല്ല. മറിച്ച് ഇലാഹാണെന്നോ ദൈവികമായ ഗുണഗണങ്ങൾ ഉണ്ട് എന്നോ വിശ്വാസത്തോട് കൂടെ അർപ്പിക്കുന്നതെന്തും പ്രാർത്ഥനയാണ്. എന്തും പ്രാർത്ഥനയാണ്. അതിൽ തർക്കമില്ലാർക്കും. അതേ സ്ഥാനത്ത് ഇലാഹിന്റെ ഗുണഗണങ്ങൾ ഇല്ല, ഇലാഹേ അല്ല, ആള് മരണപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം അതൊന്നും ഈ ഇബാദത്തിന്റെ പരിധിയിൽ വരുന്നതും അല്ല. ഈ ഒരു കാര്യം കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. മുജാഹിദീങ്ങൾ തെറ്റിദ്ധരിച്ചു പോയി മരണപ്പെട്ടു പോയ മഹാനെ വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ, മുജാഹിദിന്റെ ഭാഷയാണ്, വിളിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് ആരാധനയായി പോകും, അത് ദൈവാക്കലാകും. ഒരിക്കലും ആകൂല സഹോദര, ഒരിക്കലും ആകൂല. ആള് മരണപ്പെട്ടു എന്നത് തന്നെ ദൈവമല്ല എന്നതിന് കൃത്യമായി ബോധ്യപ്പെടുത്തുന്നതാണ് എന്ന ഒരു യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതാണ്. ഇൻഷാ അല്ലാഹ് വരും സമയങ്ങളിൽ ഈ വിഷയത്തിൽ കൃത്യമായി പ്രമാണബദ്ധിതമായ ഒരു ചർച്ചയാണ് നാം പ്രതീക്ഷിക്കുന്നത്. മുജാഹിദുകൾക്ക് സംഭവിച്ച അബദ്ധങ്ങളും സുന്നി വിശ്വാസാചാരധാരയുടെ കൃത്യതയും ബോധ്യപ്പെടുത്താൻ ഇൻഷാ അല്ലാഹ് കഴിവിന്റെ പരമാവധി ശ്രമിക്കും. ഒന്നുകൂടെ അവസാനമായി വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, ഇതൊരാളെ തോൽപ്പിക്കാനോ അല്ലെങ്കിൽ ഒരാളെ മോശമാക്കാനോ ചിത്രീകരിക്കാനോ ഒന്നും വേണ്ടിയുള്ള ചർച്ചയല്ല.
മറിച്ച് റബ്ബിന്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് നടത്തുന്നതാണ്. കേൾക്കുന്നവരും അങ്ങനെ തന്നെ മനസ്സിലാക്കണം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിറിദ്വാ അമ്മാ ബഅദ് ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇവിടെ ജമീൽ മുസ്ലിയാരോടുള്ള സലഫി പക്ഷത്തു നിന്നുള്ള ഒന്നാമത്തെ ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിഷയാവതരണം വളരെ പരിമിതമായ കാര്യങ്ങളാണ്, പലതും ഔട്ട്ഡേറ്റഡ് ആണ്. മുസ്ലിയാർ എപ്പോഴാരും ലാ തജാലു ദുആക്കും എന്നുള്ളതിനൊക്കെ ദുആഇ റസൂലി എന്നുള്ളതൊന്നും തർക്കത്തിലുള്ള ദുആഇന്റെ വിഷയത്തിൽ ഇപ്പോഴൊന്നും മുസ്ലിയാക്കന്മാരൊന്നും ഉദ്ധരിക്കലില്ല. നിങ്ങളിപ്പോഴും ഔട്ട്ഡേറ്റഡ് ആണ്, നിങ്ങൾ ഇങ്ങോട്ട് എത്തിയിട്ടില്ല എന്നുള്ളൊരു അടയാളമാണ്. പക്ഷേ നിങ്ങൾ കുറച്ച് നേരെ സംസാരിച്ചിട്ടില്ലെങ്കിലും ഒരുപാട് അബദ്ധങ്ങളും വിവരക്കേടുകളും ഒക്കെ എമ്പാടും അതിനകത്തുണ്ട്. അതിൽ നിങ്ങൾ സലഫികളെ കുറിച്ച് പറഞ്ഞ ഗുരുതരമായ ഒരു ആരോപണം, അത് ഖണ്ഡിക്കലാണ് എൻ്റെ ഒന്നാമത്തെ ചോദ്യത്തെ ലക്ഷ്യം. ഞാൻ നിങ്ങളുടെ ഒരു വോയിസ് തന്നെ നിങ്ങളെ കേൾപ്പിക്കാം, അതിനുശേഷം ഞാൻ ചോദിക്കാം. ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത്. അള്ളാഹ്ക്ക് പുറമെ മറ്റ് ശക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനേക്കാൾ വഴി പിടിച്ചവൻ ആരുണ്ട് എന്നൊക്കെ ഈ പറയുന്ന ഈ വിളിച്ചു പ്രാർത്ഥന എന്ന പ്രയോഗം അവര് തന്നെ മുജാഹിദുകൾ അറിയാതെയായിരിക്കാം അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് ദീനിന്റെ പേരിൽ. ആ ഒരു പ്രയോഗം തന്നെ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിൽ ഉള്ളതല്ല. മറിച്ച് ഈ എന്ന പദത്തിന് ഖുർആനിന്റെ മുഫസ്സിരീങ്ങൾ മുഴുവൻ കൊടുത്താർക്കും എന്നാണ്, ആരാധിക്കുക എന്നാണ്. ഇവിടെ സലഫികളുടെ പേരിൽ പച്ചക്കളവാണ് ജമീൽ മുസ്ലിയാർ പറഞ്ഞിരിക്കുന്നത് എന്ന് എനിക്ക് പറയേണ്ടി വന്നിരിക്കുകയാണ്. എന്താ കാരണം? ഇവിടെ നമ്മൾ ഈ ദുആ എന്നുള്ളതിന് പ്രാർത്ഥന അല്ലെങ്കിൽ ഇസ്തിഗാസ എന്നൊക്കെ അർത്ഥത്തിലുള്ള വിളിച്ചു പ്രാർത്ഥന എന്നൊക്കെ ഉള്ള തരത്തിൽ ഞങ്ങൾ കൊടുക്കുന്ന അർത്ഥം അത് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്നാണ് പറയുന്നത്. ഞാനിവിടെ മുകളിൽ 2 തഫ്സീർ കൊടുത്തിട്ടുണ്ട് പൂർവികരുടെ. ഒന്ന് ഹിജറ 516 വഫാത്തായ അബൂ മുഹമ്മദ് ഇമാം ബഗവിയുടെ തഫ്സീറാണ്. അദ്ദേഹത്തിൻ്റെ ഷർഹുസുന്നയാണ്. അദ്ദേഹത്തിൻ്റെ ഷർഹുസുന്ന, അദ്ദേഹത്തിൻ്റെ തഫ്സീറിലും നമുക്കത് കാണാൻ സാധിക്കും. മനസ്സിലായില്ലേ? ഷർഹുസുന്നയിലുണ്ട്, അതേപോലെ തന്നെ തഫ്സീറുമുണ്ട്. ഇനി രണ്ടാമതായി ഞാൻ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് ഇമാം ഖുർത്തുബി റഹിമഹുല്ലയുടെ തഫ്സീറാണ്. രണ്ടും പ്രസിദ്ധമായ തഫ്സീറുകളാണ്. അതേപോലെ തന്നെ ഷർഹുസുന്നയും പ്രസിദ്ധമായതാണ്. ഇവിടെയൊക്കെ ദുആഇന് ഇബാദത്ത് നല്ല അർത്ഥം കൊടുത്തിരിക്കുന്നത്. നോക്കൂ, ഇവിടെ അള്ളാഹുവിനുള്ള ഇബാദത്തിനെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ദുആഇന് ഇബാദത്ത് എന്ന അർത്ഥമല്ല കൊടുത്തിരിക്കുന്നത്. അള്ളാഹുവിനുള്ള ദുആഇനെ കുറിച്ചാണ് ഇവിടെ ചർച്ച എന്നുള്ളത് ജമീൽ മുസ്ലിയാർ പ്രത്യേകം മനസ്സിലാക്കണം. വഖീല അദ്ദുആഉ അൽ ഗൗസു. കണ്ടോ? അപ്പം ദുആഇന്റെ ഒരു മായന എന്താണ്? ഗൗസ് എന്നാണ്. യുഖാൽ എന്താണ്? സഹായം തേടുക എന്നർത്ഥം. മനസ്സിലായില്ലേ? യുഖാലു ദഅ എന്നൊരാൾ പറഞ്ഞാൽ ഇസ്തിഗാസ ചെയ്താലാണ് ദഅ എന്ന് പറയാം. ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനോട് ദുആ ചെയ്യുന്നതിനെ കുറിച്ച് ഖുർആനിൽ ഇസ്തിഗാസ എന്നുണ്ടല്ലോ. അതുപോലെ തിരിച്ചും എന്താണ്? ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും, അവിടെ ഇൻ തസ്തഗീസു ബിഹിം എന്ന് അർത്ഥം പറയാം. നിങ്ങൾ പറഞ്ഞ പോലെ ഇൻ തഅബുദു എന്ന് മാത്രമല്ല അർത്ഥം പറയുക. അപ്പൊ കെട്ടിച്ചമച്ചതാണ് എന്നാണ് നിങ്ങൾ പറയുന്നത് എങ്കിൽ ഈ ഇമാം ബഗവിയും ഇമാം ഖുർത്തുബിയും ഒക്കെ ദുആഇന് ഈ ഇസ്തിഗാസയുടെ അർത്ഥം കെട്ടിച്ചമച്ചതാണോ? അതാണ് ഇവിടെ മുസ്ലിയാർ വ്യക്തമാക്കേണ്ടത്. മനസ്സിലായില്ലേ? ഇവിടെ അദ്ദേഹം കൃത്യമായിട്ട് ഇമാം ബഗവി അദ്ദേഹത്തിന്റെ ഷർഹുസുന്നയിൽ പറയാണ്, ആയത്ത് തെളിവ് കൊടുത്തത് അള്ളാഹുവിന് ദുആ ചെയ്യുന്ന കേട്ടോ, അല്ലാതെ നിങ്ങൾ നേരത്തെ പറഞ്ഞ മാതിരി ലാ തജാലു ദുആക്കും എന്ന് പറയുന്ന ഉഡായിപ്പിന്റെ വർത്തമാനവുമായിട്ട് ഇങ്ങോട്ട് വരണ്ട. റബ്ബിനുള്ള ദുആ, ഉദൂനി അസ്തജിബ് ലക്കും, എന്നോട് നിങ്ങൾ ദുആ ചെയ്യൂ, റസൂലിനോടല്ല അള്ളാഹുവിനോട് ദുആ ചെയ്യൂ എന്ന് അള്ളാഹു പറഞ്ഞ വാക്ക്, എങ്കിൽ ഞാൻ ഉത്തരം ചെയ്യാം എന്ന് പറഞ്ഞ ആയത്തിന് അദ്ദേഹം പറയാണ് യഖൂലു ഇസ്തഗീസു ബി ഇദാ നസല ബിക്കും ളുറുൻ അസ്തജിബ് ലക്കും ദുആഅക്കും. കണ്ടോ? നിങ്ങൾ എന്നോട് ഇസ്തിഗാസ ചെയ്താൽ ദുആഇന് ഞാൻ ഉത്തരം തരാം. അവിടെ ദുആഅക്കും എന്ന ഐ ഗൗസക്കും, ഇബാദത്ത് എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഇനി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാ ഇൻ തസ്തഗീസു ബിഹിം എന്നുള്ളതിന് കൊടുത്ത എന്താണ്? അല്ല, ഇൻ തദൂഹും ലാ യസ്മഉ ദുആഅക്കും എന്നുള്ളതിന് കൊടുത്ത എന്താണ്? ഇൻ തസ്തഗീസു ബിഹിം എന്നാണ്. അപ്പൊ അവിടെ അല്ലാതെ ഇൻ തഅബുദൂഹും എന്നല്ല. അപ്പൊ നിങ്ങൾ പറഞ്ഞ വാദത്തെ മുഫസ്സിറുകൾ വ്യക്തമായി ഖണ്ഡിക്കുന്നത് ഞാൻ ഇവിടെ കേൾപ്പിച്ചു. എന്റെ ചോദ്യം, അള്ളാഹുവിന് നൽകേണ്ട ദുആക്ക് ആരാധന എന്ന അർത്ഥം മാത്രമേ കൊടുക്കാവൂ എന്നും സലഫികൾ നൽകുന്ന ഇസ്തിഗാസ പോലുള്ള അർത്ഥങ്ങൾ കെട്ടിച്ചമച്ച കളമാണ് എന്നും ജമീൽ മുസ്ലിയാർ ഇവിടെ പറഞ്ഞു. എങ്കിൽ ഇമാം ഖുർത്തുബി, ഇമാം ബഗവി തുടങ്ങിയ മുഫസ്സിറുകൾ അവരുടെ തഫ്സീറിലും മറ്റ് കൃതികളിലുമൊക്കെ ദുആ എന്നതിന് ഇസ്തിഗാസ എന്ന് അർത്ഥം കൊടുത്തത് സലഫികളെ പോലെ കെട്ടിച്ചമച്ച വ്യാജ അർത്ഥമാണോ? എന്റെ ഒന്നാമത്തെ ചോദ്യം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസല്ലല്ലാഹു വസല്ലമ അലാ സയ്യിദിനാ മുഹമ്മദ് വഅലൽ ആലി വൽ അസ്ഹാബി അജ്മഈൻ അമ്മാ ബഅദു. പ്രിയങ്കരായ സഹോദരങ്ങളെ, നമ്മുടെ പാലത്ത് ശംസുദ്ദീൻ മൗലവി സാഹിബ് അദ്ദേഹത്തിൻ്റെ ഒന്നാമത്തെ ചോദ്യം ഇവിടെ കൃത്യമായി ചോദിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ആ ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ ഞാൻ നസീഹത്തായി പ്രിയങ്കരനായ സുഹൃത്തിനോട് പറയട്ടെ, നമ്മൾ
ദീനിന്റെ കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. അതിന് ആഖിറത്തിൽ നാം കൂലിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും പ്രതീക്ഷിക്കുന്നുണ്ട്, നിങ്ങളും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളെ പോലുള്ള വലിയ മൗലവിമാര്, മിനിമം മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള ആളുകൾ, നിങ്ങളൊക്കെ അത്യാവശ്യം ഉന്നത ശ്രേണിയിൽ നിൽക്കുന്നവരാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏതായാലും നിങ്ങളിൽ നിന്നൊന്നും അപക്വമായ ഒരു ശൈലി, പ്രത്യേകിച്ചൊരു സംവാദ വേദിയിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കൽ നല്ലതാണ്. ഇത്തരത്തിലുള്ള മണ്ടത്തരം, വിവരക്കേട്, പൊട്ടത്തരം, അതുപോലെ തന്നെ തരങ്ങളിലുള്ള പ്രയോഗം നിങ്ങളെപ്പോലുള്ള ആളുകളുടെ ആ വിലയെ ഇടിച്ച് താഴ്ത്തും. ഇതൊരു നസീഹത്താണ്, അത്രയേ ഉള്ളൂ. അല്ലാതെ ഞാൻ മണ്ടനാണെന്നോ, ഞാൻ വിവരം കിട്ടവനാണെന്നോ, ഞാൻ മോശക്കാരനാണെന്നോ നിങ്ങൾ പറയുന്നത് കൊണ്ട് എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ അത് നിങ്ങൾക്ക് തന്നെ കേടാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് തുടർന്നുള്ള സംസാരങ്ങളിൽ അത്തരത്തിലുള്ള പരാമർശങ്ങൾ ഒഴിവാക്കുന്നത് നിങ്ങളുടെ ഇസ്സത്തിന് നന്നാകും എന്ന ഒരു ചെറിയ ഒരു നസീഹത്ത് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് സ്വീകരിക്കാം, അല്ലാത്ത പക്ഷം നിങ്ങൾക്കത് തള്ളിക്കളയാം. അല്ലാഹു തആല നമുക്കെല്ലാം നാഫിആയ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. പിന്നെ ഞാൻ ഇവിടെ എൻ്റെ വിഷയാവതരണത്തിൽ ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ മുജാഹിദ് മൗലവിമാർ ഓതി വരാറുള്ള ചില ആയത്തുകളുണ്ട്. ആ ആയത്തിൽ ഒന്ന് നമ്മുടെ മൗലവി തന്നെ, അഥവാ ശംസുദ്ദീൻ മൗലവി തന്നെ ഇവിടെ കൊണ്ടുവന്ന ആയത്താണ്. അതേതാ ആയത്ത്? ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എൻ്റെ റബ്ബിനെ വിളിച്ചു മാത്രമേ പ്രാർത്ഥിക്കുകയുള്ളൂ എന്നാണ് മൗലവി കൊടുത്ത അർത്ഥം. ഞാൻ പറഞ്ഞു, അങ്ങനെ വിളിച്ച് പ്രാർത്ഥന എന്ന ഒരു പ്രയോഗം തഫ്സീറിന്റെ കിതാബുകളിൽ ഒന്നുമേ ഇല്ല, അത് മുജാഹിദുകൾ കെട്ടിച്ചമച്ചതാണ് എന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു. ലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിങ്ങൾ അള്ളാഹുവിനോട് കൂടെ ഒരാളെയും വിളിച്ചു പ്രാർത്ഥിക്കരുത് എന്ന ഒരു അർത്ഥം ആയത്തിനില്ല. മറിച്ച് ലാ തഅ്ബുദൂ എന്നാണ്, അള്ളാഹുവിനോട് കൂടെ മറ്റൊരു ശക്തിയെയോ വ്യക്തിയെയോ ആരാധിക്കരുത് എന്നാണ്. അതുപോലെ തന്നെ വമൻ അളല്ലു മിമ്മൻ യദ്ഉ മിൻ ദൂനില്ലാ, അള്ളാഹ്ക്ക് പുറമെ മറ്റ് ശക്തികളെ, വ്യക്തികളെ ആരാധിക്കുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണ് എന്ന ആയത്തിന് അള്ളാഹുവിന് പുറമെ മറ്റുള്ള ശക്തികളോടും വ്യക്തികളോടും വിളിച്ചു തേടുന്നവനേക്കാൾ വഴിപിഴച്ചവൻ ആരാണ് എന്ന് മുജാഹിദുകൾ കൊടുക്കുന്ന അർത്ഥം അബദ്ധമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ നമ്മുടെ മൗലവി സാഹിബ് പറയാൻ, ഇത് തഫ്സീറുകളിലൊക്കെ ഉണ്ട്, എല്ലാ തഫ്സീറിന്റെ ഗ്രന്ഥങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അതിന് ഇമാം ഖുർത്തുബിയെ അദ്ദേഹം രേഖയാക്കുന്നു, അതുപോലെ തന്നെ ഇമാം ബഗ്വിയെ അദ്ദേഹം രേഖയാക്കുന്നു. പക്ഷേ അദ്ദേഹം യാത്രയുടെ ഇടയിൽ കേട്ടത് കൊണ്ടായിരിക്കാം ചില തെറ്റിദ്ധാരണകൾ പ്രിയങ്കരനായ മൗലവി സാഹിബിന് വന്നിട്ടുണ്ട്. ഇസ്തിഗാസ എന്ന അർത്ഥം ദുആഇന് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ തന്നെ കേൾപ്പിച്ചല്ലോ എൻ്റെ ശബ്ദം. അവിടെ എവിടെയെങ്കിലും ഇസ്തിഗാസ എന്ന അർത്ഥം ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ എന്താ പറഞ്ഞത്? ദുആഇന് പല അർത്ഥ തലങ്ങളുണ്ട്. ലാ തജ്അലൂ ദുആ റസൂലി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ദഅഉതു ഖൗമി ലൈലൻ വനഹാറ ഞാൻ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞത് ദുആഇന് പല അർത്ഥ തലങ്ങൾ ഉണ്ട് എന്നാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇവിടെ എന്തില്ല, വിളിച്ച് പ്രാർത്ഥന എന്ന ഒരു അർത്ഥം ഒരാളും കൊടുത്തിട്ടില്ല. നിങ്ങൾ കൊണ്ടുവന്ന തഫ്സീറിൽ എവിടെയെങ്കിലും വിളിച്ച് പ്രാർത്ഥന എന്നുള്ള അർത്ഥം ഉണ്ടോ? ഇസ്തിഗാസ എന്ന പദമുണ്ട്, ശരിയാണ്. ഇസ്തിഗാസയുടെ അർത്ഥം വിളിച്ച് പ്രാർത്ഥന എന്നാണോ? അല്ല, സഹായാർത്ഥന, സഹായം തേടൽ എന്നല്ലേ. ആ അർത്ഥമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാനത് പറഞ്ഞിട്ടില്ല. അപ്പൊ ഞാൻ പറയാത്തത് നിങ്ങൾ മനസ്സിലാക്കി, എന്നിട്ട് ഞാൻ പറയാത്തതിന് തഫ്സീറിൽ നിന്ന് രേഖ കൊണ്ടുവന്നു, എന്നിട്ട് അതിന് എന്നോട് അവർക്ക് അബദ്ധം പറ്റിയതാണോ എന്ന് ചോദിക്കുന്നത് അത് നിങ്ങളുടെ ഭാഗത്തിൽ നിന്ന് വന്ന ആ കേൾവിയുടെ അല്ലെങ്കിൽ മനസ്സിലാക്കലിന്റെ വീഴ്ചയാണ് എന്ന് മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ ഇസ്തിഗാസ, അള്ളാഹുവിനോടുള്ള ഇസ്തിഗാസ, സഹായാർത്ഥന, അത് ആരാധനയാണ്, അതിലാർക്കും തർക്കമേ ഇല്ല. അതാണ് ഇമാമിയങ്ങൾ അത്രയും പറഞ്ഞിട്ടുള്ളത്. ഇലാഹിനോടുള്ള സഹായാർത്ഥന, ദൈവമാണെന്ന് വിശ്വസിച്ചു കൊണ്ടുള്ള സഹായാർത്ഥന, സഹായം തേടൽ ആരാധനയാണ്. ഇപ്പൊ നമ്മൾ അള്ളാഹുവിനോട് എന്തെങ്കിലും, റബ്ബേ ഒരു നേരത്തെ ഭക്ഷണം എനിക്ക് നീ നൽകണേ എന്ന് പറഞ്ഞാൽ അത് ആരാധനയാണ്, അതിലാർക്കും തർക്കമില്ല. ഒരു നേരത്തെ ഭക്ഷണം റബ്ബിനോട് ചോദിക്കുമ്പോൾ അത് ആരാധനയാണ്. പക്ഷേ അത്
ഈ വിളിച്ച് പ്രാർത്ഥന എന്നുള്ള പ്രയോഗം ഇവിടെ കൊണ്ടുവരുന്നത് മുജാഹിദികൾ അവരുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായാണ്. അല്ലാതെ ഒരൊറ്റ മുഫസ്സിറും അത് പറഞ്ഞിട്ടില്ല. പറഞ്ഞ മുഫസ്സിരീങ്ങളെല്ലാം അഅ്ബുദു, അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം, റബ്ബിനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഈ ആയത്തുകളുടെ ഒക്കെയും അർത്ഥം പറഞ്ഞു. പിന്നെ നിങ്ങൾ പറഞ്ഞതുപോലെ ഇസ്തിഗാസ എന്നുള്ള പ്രയോഗം നടത്തിയത് സഹായാർത്ഥന എന്ന അർത്ഥത്തിനാണ്, അല്ലാതെ വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥത്തിനല്ല. വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥത്തിന് ഒരു ഇമാമും ഈ ആയത്തുകളൊന്നും ഉപയോഗപ്പെടുത്തിയിട്ടും ഇല്ല. അത് പ്രിയങ്കരനായ മുജാഹിദ് മൗലവിമാർക്കും അതുപോലെ തന്നെ സലഫി ചിന്താഗതിക്കാർക്കും വന്നിട്ടുള്ള അബദ്ധമാണ്, അപാകതയാണ്, തിരുത്തപ്പെടേണ്ടതാണ്. പിന്നെ മൗലവി സാഹിബ് എന്നെ കുറിച്ച് കണ്ടെത്തിയ മറ്റൊരു പ്രയോഗം, ഞാൻ ഔട്ട്ഡേറ്റഡ് ആണ്. ഔട്ട്ഡേറ്റഡ് ആണ് എന്ന് പറഞ്ഞത് ഞാൻ പഴയടത്തു നിന്ന് മാറാൻ ഇതുവരെ തയ്യാറായിട്ടില്ല, ആ പഴയതിൽ തന്നെ ഉള്ളത് എന്നാണ്. അത് ശരിയായിരിക്കാം, പക്ഷേ നിങ്ങൾ അപ്ഡേറ്റഡ് ആണ് കേട്ടോ. മാഷാ അല്ലാഹ്, അത് പറയാതെ വയ്യ. കാരണം സാധാരണഗതിയിൽ നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കണമെന്നും, രണ്ടാമത്തെ ചോദ്യം ഹദീസിൽ നിന്നും തെളിവുദ്ധരിക്കണമെന്നും, മൂന്നാമത്തെ ചോദ്യം സലഫു സാലിഹീങ്ങളിൽ നിന്ന് തെളിവ് പറയണമെന്നും, നാലാമത്തത് അയിമ്മത്തുൽ അർബഈയിൽ നിന്ന് തെളിവ് പറയണമെന്നും ചോദിക്കാറുണ്ടായിരുന്ന നിങ്ങൾക്ക് നല്ല മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മാഷാ അല്ലാഹ്, കഴിഞ്ഞ നമ്മുടെ ഇസ്തിഗാസ സംവാദം അത്തരത്തിൽ ഒരു അപ്ഡേഷന് നിങ്ങൾക്ക് ഹേതുവായിട്ടുണ്ട്, കാരണമായിട്ടുണ്ട്, നിങ്ങളെ അത്തരത്തിൽ മാറി ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ട് എന്നത് വസ്തുതയാണ്. അല്ലാഹു തആല നിങ്ങൾക്കും ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ. ഏതായാലും ഞാൻ ആ പഴയതിൽ തന്നെ ഉള്ളത്. കാരണം ഞാൻ അപ്ഡേറ്റഡ് ആവേണ്ട ഒരു ആവശ്യമില്ല, ഓൾറെഡി അപ്ഡേറ്റഡ് ആണ്. കാരണം എനിക്ക് കൃത്യമായ ഒരു അനുശാസനയുണ്ട്, മത നിയമമുണ്ട്, കൃത്യമായ ഒരു രൂപരേഖയുണ്ട്. അത് സലഫു സ്വാലിഹീങ്ങളിൽ നിന്നുള്ളതാണ്. ആ സലഫു സ്വാലിഹീങ്ങൾ കണ്ടിട്ടുള്ള ആ ഒരു വഴിയിൽ നിന്ന് ഞാൻ ഇനി ഒരു പുതിയ അപ്ഡേഷനിലേക്ക് പോകേണ്ടതില്ല. ഏതായാലും നിങ്ങൾ അങ്ങനെ മാറി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ്, ശുഭകരമായ ലക്ഷണമാണെന്ന് മാത്രം ഞാൻ നിങ്ങളെ അവിഷയത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോ മൗലവി സാഹിബിന്റെ ഒന്നാമത്തെ ചോദ്യം അദ്ദേഹത്തിന്റെ തെറ്റിദ്ധാരണയിൽ നിന്നും ഉത്ഭവിച്ചതാണ്. ഞാൻ പറഞ്ഞിട്ടുള്ളത് വിളിച്ച് പ്രാർത്ഥന എന്ന പ്രയോഗം മുഫസ്സിരീങ്ങളാരും നൽകിയിട്ടില്ല എന്നാണ്, അല്ലാതെ സഹായാർത്ഥന എന്ന അർത്ഥത്തിലുള്ള ഇസ്തിഗാസ എന്ന പ്രയോഗം നടത്തിയിട്ടില്ല എന്നല്ല. അത് മൗലവി തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നതോ ആയിരിക്കാം, അല്ലാഹു അഅലം. ഏതായാലും ഞാൻ പറഞ്ഞിട്ടുള്ളത് സഹായാർത്ഥന എന്ന അർത്ഥത്തിനുള്ള ഇസ്തിഗാസ എന്ന പ്രയോഗം നടത്തിയിട്ടില്ല എന്നല്ല, മറിച്ച് മൗലവിമാർ അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ വിളിച്ചു പ്രാർത്ഥന എന്ന അർത്ഥം ഒരൊറ്റ മുഫസ്സിറും കൊടുത്തിട്ടില്ല എന്നാണ്. അതിന് നിങ്ങൾ ഈ കൊണ്ടുവന്ന തഫ്സീർ രേഖയുമല്ല, അവിടെയൊക്കെ ഇസ്തിഗാസ അഥവാ സഹായാർത്ഥന എന്ന അർത്ഥത്തിനെ കൊടുത്തിട്ടുള്ളൂ. അതാണെങ്കിലോ റബ്ബിനോടുള്ള സഹായാർത്ഥന ഇബാദത്താണ്. അതാണ് ഇമാം ബഗ്വി പറഞ്ഞത്, ഇമാം ഖുർത്തുബി പറഞ്ഞത്, അതുപോലെ എല്ലാ മുഫസ്സിരീങ്ങളും പറഞ്ഞിട്ടുള്ളത്. ഒരാളും അല്ലാഹ് അല്ലാത്തവരെ വിളിച്ച് സഹായം തേടരുത് എന്നോ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നോ ഒരു സ്ഥലത്തും ഒരാളും പറഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഞാൻ ആ പറഞ്ഞത് 100% ഹഖിനോട് യോജിക്കുന്നതും ആണ്. ആ തെറ്റിദ്ധാരണയിൽ നിന്നുകൊണ്ടാണ് നിങ്ങളുടെ ഒന്നാമത്തെ ചോദ്യം ഉത്ഭവിച്ചത്. അതുകൊണ്ട് ഒന്നാമത്തെ ചോദ്യത്തിന്റെ മറുപടി കൃത്യമാണ്, വ്യക്തമാണ്. ഒരിക്കലും തന്നെ ഒരൊറ്റ ഇമാമും വിളിച്ചു പ്രാർത്ഥന എന്ന ഒരു പ്രയോഗം ഈ ഇൻ തദ്ഉഹും എന്നതിനെ കുറിച്ചോ അല്ലെങ്കിൽ ലാ തദ്ഉ എന്നതിനെ കുറിച്ചോ അതുപോലെ തന്നെ ഇന്നമാ അഅ്ബുദു എന്നതിനെ കുറിച്ചോ ഒരൊറ്റ ഇമാമും പറഞ്ഞിട്ടില്ല, പറഞ്ഞതായി നിങ്ങൾ കാണിച്ചിട്ടില്ല. ഇനി കാണിക്കാൻ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാവുന്നതും ആണ്. വബില്ലാഹി തൗഫീഖ് വഅലൈഹി തുക്ലാൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ്. അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. ഇവിടെ ഒന്നാമത്തെ ചോദ്യം വന്നപ്പോൾ തന്നെ ജമീൽ ബാക്കവി കുഞ്ഞിരായും കൊടുക്ക് കുടുങ്ങി. തനിച്ച വൈരുദ്ധ്യത്തിലാണ് അദ്ദേഹം അകപ്പെട്ടത്. ഞാൻ ചോദിച്ചത് എന്താ, ഇബാദത്ത് എന്ന അർത്ഥമല്ലാതെ ദുആ എന്ന് പറയാൻ പാടില്ല എന്ന് മുസ്ലിയാർ വാദിച്ചു. സലഫികൾ ഇസ്തിഗാസ എന്നോ മറ്റോ ഒക്കെ അതിനർത്ഥം പറഞ്ഞിട്ട് ഇസ്തിഗാസ ചെയ്താൽ ശിർക്കാകുമെന്ന് ഈ ദുആഇന്റെ ആയത്ത് ഓതിയിട്ട് പറയുന്നത് അത് അവർ കെട്ടിച്ചമച്ചുണ്ടാക്കിയ അർത്ഥമാണ് എന്ന് പറഞ്ഞപ്പോൾ സലഫികൾ പറയുന്ന അതേ അർത്ഥം പ്രമുഖ മുഫസ്സിറുകളെ ഉദ്ധരിച്ചുകൊണ്ട് ഞാനിവിടെ പോസ്റ്റ് ചെയ്തു. അപ്പോൾ അതാ നമ്മുടെ മുസ്ലിയാർ പതറി. ഉടനെ അദ്ദേഹം പറയാണ്, അത് മുസ്ലിയാർ പറഞ്ഞത് എനിക്ക് മനസ്സിലാവായിട്ടാണ്, വണ്ടിയിൽ നിന്ന് കേട്ടതുകൊണ്ടുണ്ടായ പ്രശ്നമാണ്, അതുകൊണ്ട് ഇസ്തിഗാസ എന്നുള്ള അർത്ഥം ദുആഇന് പറയാൻ പറ്റൂല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല എന്നാണ് നമ്മുടെ മുസ്ലിയാർ ഇവിടെ പറഞ്ഞു നോക്കുന്നത്. ഇസ്തിഗാസ എന്ന അർത്ഥം ദുആഇന് ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാൻ വോയിസ് കേൾപ്പിച്ചിട്ടാണ് മുസ്ലിയാരെ ചോദിച്ചത്. ഇനി അത് നിൽക്കട്ടെ, ഇവിടെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ ഒരു വോയിസ് അങ്ങോട്ട് കടന്ന് അടുത്ത വോയിസിലെത്തിയപ്പോൾ നിങ്ങൾ പിന്നെയും അവസാനിപ്പിക്കുന്നത് ഇസ്തിഗാസ എന്ന അർത്ഥം പറയാൻ പറ്റൂല എന്നാ. പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ വീണ്ടും അത് അതേ സംഭാഷണത്തിൽ തന്നെ നിങ്ങൾ പറയുന്നു, എന്ത്, അത് ഇസ്തിഗാസ എന്നുള്ള അർത്ഥം അതിന് ദുആഇന് പറയാൻ പറ്റില്ല എന്ന് നിങ്ങൾ പറയുന്നത് കേട്ടോ. നിങ്ങൾ ഇസ്തിഗാസ എന്നുള്ളത് മലയാളത്തിൽ പറഞ്ഞേ ഉള്ളൂ, മലയാളത്തിൽ പറഞ്ഞത് ഇസ്തിഗാസ അല്ലാതാവും.
ഒരാളും അല്ലാത്തവരെ വിളിച്ച് സഹായം തേടരുത് എന്നോ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നോ ഒരു സ്ഥലത്തും ഒരാളും പറഞ്ഞിട്ടില്ല എന്നത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. സത്യമാണ് എന്നൊക്കെ ആണിട്ടുകൊണ്ട് എന്താ വാക്കവി നിങ്ങൾ പറഞ്ഞത്? ഇസ്തിഗാസ എന്ന അർത്ഥം അതിന് പറഞ്ഞുകൂടാ, അതിനാരും പറഞ്ഞിട്ടില്ല, അത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ തൊട്ട് മുമ്പത്തെ വോയിസ് പറഞ്ഞത് എന്താ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന്. അപ്പൊ ഈ വൈരുദ്ധ്യത്തിൽ നിങ്ങൾ അകപ്പെട്ടത് അത് ചൂണ്ടിക്കാണിക്കുക തന്നെയാണ് എന്റെ ലക്ഷ്യം. ഇനി നിങ്ങളുടെ വിഷയാവതരണത്തിലെ മറ്റൊരു വാചകം, ഇവിടെ മരണപ്പെട്ടു പോയ മഹാത്മാവ് എന്ന് പറയുമ്പോ തന്നെ എന്റെ പ്രിയപ്പെട്ട മുജാഹിദികളെ, നിങ്ങൾക്ക് ചിന്തിച്ചുകൂടെ? ആ മഹാത്മാവ് മരണപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുമ്പോ തന്നെ ദൈവമല്ല എന്ന് ഉറപ്പി. അപ്പൊ നമ്മുടെ വാക്കവി പുതിയൊരു ഉസൂല് കണ്ടെത്തിരിക്കുക. ഒരു മഹാത്മാവ് മരണപ്പെട്ടു പോയി എന്ന് വിശ്വസിക്കുന്ന ആള് പിന്നെ ആ മഹാത്മാവിനെ വിളിച്ച് ഇസ്തിഗാസ ചെയ്താൽ, ദുആ ചെയ്താൽ അത് പിന്നെ ഷിർക്കാണ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇലാഹായിട്ടില്ലല്ലോ. അത് എവിടെ നമുക്ക് കിട്ടിയത്? ഷിർക്കിന്റെ ചരിത്രം പഠിച്ചു നോക്ക്. ആരാധിക്കപ്പെട്ട എല്ലാവരും വദ്ദും സ്വാവും ആരാ? അസ്മാഉ റിജാലിൻ സാലിഹീന ഫീ ഖൗമി നൂഹ്, മരണപ്പെട്ടവരല്ലേ? ഇബ്രാഹിം നബിയെ മക്കാ മുശ്രിക്കുകൾ ആരാധിച്ചു, അദ്ദേഹം മരണപ്പെട്ടു പോയതല്ലേ? ലാത്തിനെ ആരാധിച്ചു, ലാത്ത് മരണപ്പെട്ടു പോയ വ്യക്തിയല്ലേ? അപ്പൊ മരണപ്പെട്ടു പോകുമ്പോഴേക്ക് തന്നെ അത് പിന്നെ എന്താണ്? ഇലാഹ് അല്ലാതാകും എങ്കിൽ ഇസ്തിഗാസ കൊടുത്താലും മരണപ്പെട്ടവർ കൊടുത്താൽ അത് ഇലാഹാകും എന്നുള്ളത് നിങ്ങൾക്ക് തത്വത്തിൽ അംഗീകരിക്കേണ്ടി വരും. എന്റെ ചോദ്യം ഇതാണ്, മരണപ്പെട്ടു എന്ന് വിശ്വസിച്ചാൽ തന്നെ ദൈവമല്ല എങ്കിൽ ഔലിയാക്കൾ മരണപ്പെട്ടു നിങ്ങൾ വിശ്വസിച്ചില്ലേ? അപ്പൊ അവരുടെ ജീവിതവും മരണവും സമമല്ല എന്ന വിശ്വാസം, അവർ മരണപ്പെട്ടതുകൊണ്ട് മരണവും ജീവിതവും സമമല്ല എന്നാണോ താങ്കളുടെ വിശ്വാസം? മുശ്രിക്കുകൾ കാലാകാലങ്ങൾ ആരാധിച്ചിരുന്ന ആരാധ്യന്മാർ മരണപ്പെട്ടവരാണല്ലോ എന്ന് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചു. ചോദ്യം ഇതാണ്, അപ്പോൾ അള്ളാഹു കാണുന്നത് പോലെ കാണും, അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കും, അതേപോലെ കണ്ണിന് ദിവ്യശക്തി പകരും എന്നൊക്കെ ഔലിയാക്കളെ പറ്റി നിങ്ങൾ വിശ്വസിക്കുന്നത്, ശൈഖുമാരെയും അമ്പിയാക്കളെയും കുറിച്ച് വിശ്വസിക്കുന്നത്, അതെങ്ങനെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും? അവർ മരണപ്പെട്ടു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ അവരുടെ മരണവും ജീവിതവും സമമല്ല എന്നുള്ളതാണോ നിങ്ങളുടെ വിശ്വാസം എന്നുള്ളതാണ് എന്റെ ചോദ്യത്തിന്റെ മർമ്മം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇവിടെ പ്രിയങ്കരനായ നമ്മുടെ സഹോദരൻ ഷംസുദ്ദീൻ മൗലവി വിഷയം അതിന്റെ മെറിറ്റിൽ തന്നെ ചർച്ചയ്ക്ക് തയ്യാറാകുന്നുണ്ട് എന്നത് ശുഭകരമാണ്. അദ്ദേഹത്തിനെ മുക്തകണ്ഠം പ്രശംസിക്കുകയാണ്. സാധാരണ സംവാദങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അൽഹംദുലില്ലാഹ് ഇസ്തിഗാസ അതിന്റെ കൃത്യമായ അവലോകനം തന്നെയാണ് ഇവിടെ നടക്കുന്നത് എന്നത് വളരെ നല്ലതാണ്. നല്ല ഒരു സമീപനമാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. തുറന്നു പറയുകയാണ്. അല്ലാഹു തആല നാഫിആയ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഇവിടെ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നത്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് സഹായം തേടരുത് എന്നോ, അത് കഴിഞ്ഞ ഉടനെ ഞാൻ വീണ്ടും പറയാ, വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നോ. ആ വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നോ എന്ന രണ്ടാമത്തെ എന്റെ പ്രയോഗം ഒന്നാമത്തതിൽ വന്ന അബദ്ധത്തിനെ തിരുത്തുന്നതായിരുന്നു. നിങ്ങളത് മനസ്സിലാക്കാതെ പോയതായിരിക്കാം. സഹായം തേടരുത് എന്നോ, തൊട്ടടുത്ത് എന്ന് ഞാൻ പറയുന്നത് എന്റെ വോയിസ് നിങ്ങൾ കേൾപ്പിച്ചതല്ലേ? വിളിച്ച് പ്രാർത്ഥിക്കരുത് എന്നോ ഈ ആയത്തിൽ ഒന്നും പരാമർശമില്ല. മറിച്ച് എന്താ ഉള്ളത്? ആരാധിക്കരുത് എന്നാണ്. ആരാധിക്കരുത് എന്നാണ്. അല്ലാതെ നിങ്ങൾ ഈ പറയുന്ന വിളിച്ചു തേടുക എന്ന പ്രയോഗം മുഫസ്സിരീങ്ങളാരും കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ പറയുന്നത്. അത് നിങ്ങൾ തെറ്റിദ്ധരിച്ച് പോയിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. വേണ്ട, നിങ്ങൾക്ക് കാണിക്കാൻ കഴിയുമോ? നിങ്ങൾ കൊണ്ടുവന്ന ഇമാം ബഗ്വിയുടെ തഫ്സീർ, അതുപോലെ തന്നെ ഇമാം ഖുർത്തുബിയുടെ തഫ്സീർ, വേണ്ട, ആയിരക്കണക്കായ തഫ്സീറുകൾ ഇന്ന് ലോകത്ത് ലഭ്യമാണല്ലോ. ലഭ്യമായ ഏതെങ്കിലും ഒരു തഫ്സീറിൽ നിന്ന് ഒരു അരക്കഷ്ണം ഉദ്ധരണി നിങ്ങൾ ഈ പറയുന്ന വിളിച്ചു പ്രാർത്ഥിക്കുക എന്ന അർത്ഥത്തിൽ ആരെങ്കിലും ഉപയോഗപ്പെടുത്തിയത് നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഇല്ലേ, ഇല്ല. ഒരാളും പറഞ്ഞിട്ടില്ല. അത് മുജാഹിദുകൾ നിർമ്മിച്ച് ഉണ്ടാക്കിയതാണ്. ഇതാണ് ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം. അതെന്തിനാണ് അവർ നിർമ്മിച്ചുണ്ടാക്കുന്നത്? അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, അവർക്ക് ചില താല്പര്യങ്ങളുണ്ട്. വിളിച്ചു പ്രാർത്ഥന എന്ന കെട്ടിപ്പടച്ചുണ്ടാക്കിയ പ്രയോഗം കൊണ്ട് അവരുദ്ദേശിക്കുന്നത് അത് മാത്രമാണ്. അത് യഥാർത്ഥത്തിൽ ഖുർആൻ ഉദ്ദേശിച്ച അർത്ഥമല്ല. ഖുർആൻ എന്തേ പറയുന്നു? അല്ലാഹ് അല്ലാത്തവരെ ആരാധിക്കരുത്, അള്ളാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് ഖുർആൻ പറഞ്ഞത് കൊണ്ടൊക്കെ ലക്ഷ്യമാക്കുന്നത്. പിന്നെ രണ്ടാമത്തെ വിഷയം, ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ പറഞ്ഞ ഒരു വിഷയത്തെ കോട്ട് ചെയ്യുകയാണ് പ്രിയങ്കരനായ സഹോദരൻ. എന്താ വിഷയം? മരണപ്പെട്ടു പോയ മഹാത്മാവ് എന്ന് പറയുമ്പോൾ തന്നെ ആ മഹാത്മാവ് മരണപ്പെട്ടിട്ടുണ്ട് എന്ന് വന്നാൽ അത് ദൈവമല്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ? ദൈവമല്ല എന്നതിന് രേഖയാണല്ലോ അത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത്, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് കുറെ ദൈവങ്ങൾ ഉണ്ടായിരുന്നല്ലോ. വദ്, ലാത്ത, ഉസ്സ, വദ്, സുവാഖ്, യഗൂസ്, യഊഖ്, നസ്ർ പോലുള്ള ധാരാളം ദൈവങ്ങൾ. ആ ദൈവങ്ങൾ അത്രയും നോഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചു പോയ മഹത്തുക്കളല്ലേ? ആ മഹാത്മാക്കളെ ഇവർ ആരാധിച്ചിട്ടുണ്ടല്ലോ, ദൈവമാക്കിയിട്ടുണ്ടല്ലോ. അവരൊക്കെ മരണപ്പെട്ടു പോയവരാണല്ലോ. അപ്പോൾ മരണപ്പെട്ടു എന്നത് ദൈവമാക്കാതിരിക്കും എന്നതിനുള്ള ന്യായമേ അല്ല. എന്റെ കാഴ്ചപ്പാട് തെറ്റാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. സത്യത്തിൽ നിന്ന് ബഹുദൂരം പിറകിലാണ് മുജാഹിദ് പ്രസ്ഥാനമേ.
നിങ്ങൾ സത്യത്തിൽ നിന്നും ഖുർആനിൽ നിന്നും ബഹുദൂരം പിറകിലാണ്. ശ്രദ്ധിക്കൂ, അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. റബ്ബിന്റെ കലാമിന്റെ പേരിൽ നിങ്ങൾ അറിയാത്തത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾക്ക് അറിയാത്തത് നിങ്ങൾ പറയരുത്. നിങ്ങൾ സ്വബുദ്ധിയാലല്ല നിങ്ങൾ ഇത് പറയുന്നത് എങ്കിൽ എന്റെ സംസാരം നിങ്ങളുടെ ചെവി തുറപ്പിക്കട്ടെ. അള്ളാഹു നിങ്ങൾക്ക് ഹിദായത്ത് പ്രദാനം ചെയ്യട്ടെ. ഇത് നസീഹത്താണ്, ഞാൻ പറയാം. ഖുർആനിൽ അല്ലാഹു പറയുന്നത് നോക്കി, സൂറത്തുൻ നജ്മ്, അഫറഅയ്തുമുൽ ലാത വല്ലുസ്സ വമനാത സാലിസത്തുൽ ഉഖറാ അലകുമുദ് ദകറു വലഹുൽ ഉൻസാ തിൽക ഇദൻ ഖിസ്മത്തുൻ ളിസാ ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ അൻതും വആബാഉകും മാ അൻസലല്ലാഹു ബിഹാ മിൻ സുൽത്താൻ. ശ്രദ്ധിക്കണേ, ലാത്ത, ഉസ്സ, വദ്, സുവാഗ്, യഗൂസ്, യഊഖ്, നസ്ർ, ഇതൊന്നും മഹത്തുക്കളെയല്ല. ഇതൊന്നും അവരാരാധിച്ചത് മഹത്തുക്കളെയല്ല. ഖുർആൻ പറയാ, എന്താ പറഞ്ഞത്? ഇൻ ഹിയ ഇല്ലാ അസ്മാഉൻ സമ്മൈതുമുഹാ. നിങ്ങളുടെ വിഗ്രഹങ്ങൾക്ക് നിങ്ങൾ ചാർത്തിക്കൊടുത്ത ചില പേരുകൾ മാത്രമാണത്. നിങ്ങൾ ചാർത്തിക്കൊടുത്ത ചില പേരുകൾ മാത്രമാണത്. ഒരിക്കലും അത് മഹാത്മാവായിരുന്നില്ല, ഒരിക്കലും അത് മഹാനായിരുന്നില്ല. ഈ സംഭവം തന്നെ സൂറത്തുൽ അഅറാഫിലും അല്ലാഹു തആല പറയുന്നുണ്ട്, അതുജാദിലൂനനി ഫീ അസ്മാഇൻ സമ്മൈതുമുഹാ അൻതും. നിങ്ങൾ പേര് വെച്ചിട്ടുള്ള ചില നാമങ്ങളുടെ കാര്യത്തിലാണോ നിങ്ങൾ ഞാനുമായി തർക്കിക്കാൻ വരുന്നത് എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതൊന്നും മഹത്തുക്കളെ അല്ല, മഹത്തുക്കളുടെ നാമം കൊടുത്ത വിഗ്രഹങ്ങളാണ് എന്ന് അല്ലാഹു പറയുക. അല്ലാഹു പറയാണ്, നിങ്ങൾ പറയുന്നു അവരൊക്കെ മഹാന്മാരെ ആരാധിച്ചു. അല്ല, അവരാരും മഹാൻ ആരാധിച്ചിട്ടില്ല. അവരാരാധിച്ചത് വിഗ്രഹങ്ങളെയാണ്. ആ വിഗ്രഹങ്ങൾക്ക് ചില മഹത്തുക്കളുടെ നാമം കൊടുത്തതാണ്. അതുകൊണ്ട് അത് നാമം മാത്രമാണ്, മഹാത്മാവിനെ അവരാരും ആരാധിച്ചിട്ടില്ല. അപ്പോൾ മഹാത്മാക്കളെ അവരെ ആരാധിച്ചു എന്നത് തന്നെ നിങ്ങൾ കണ്ടെത്തിയ അബദ്ധമാണ്. ഒരിക്കലും മക്കയിലെ മുശ്രിക്കീങ്ങൾ മഹത്തുക്കളെ ആരാധിച്ചിട്ടില്ല മൗലവിമാരെ. അവരാരാധിച്ചത് മഹാത്മാക്കളുടെ പേരിൽ അവർ കെട്ടിയുണ്ടാക്കിയ വിഗ്രഹങ്ങളെയാണ്. ആ വിഗ്രഹങ്ങളുടെ നാമങ്ങൾ മാത്രമാണത് എന്നല്ല പറയാ. അല്ലാതെ മരിച്ചുപോയ മഹാനെ അവരാരും ദൈവമാക്കിയിട്ടില്ല. അല്ലാഹു തആല നിങ്ങൾക്കും നമുക്കുമെല്ലാം നാഫിആയ ഇൽമിനെ പ്രദാനം ചെയ്യട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ അമ്മാ ബഅദു ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ല, മുസ്ലിയാർ ഇത് ചോദ്യോത്തര വേദിയാണ് എന്ന വിഷയം അങ്ങ് മറന്നുപോയി. യഥാർത്ഥത്തിൽ ഈ വിഷയത്തിന്റെ വ്യവസ്ഥ തയ്യാറാക്കിയത് നിങ്ങളാണ്. എത്ര മിനിറ്റ് ചോദ്യം, എത്ര മിനിറ്റ് ഉത്തരം, അതിലെന്തെങ്കിലും ഒരു വീഴ്ച വരുമ്പോഴേക്ക് നിങ്ങളത് ചൂണ്ടിക്കാണിക്കുന്നുമുണ്ട്. ഞാൻ ഏതായാലും അത് അംഗീകരിക്കുന്നു. ആ നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾക്ക് ഉത്തരം പറയാൻ എത്ര സമയമുണ്ട്. അപ്പൊ എന്റെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷമാണല്ലോ മറ്റു കാര്യങ്ങൾ വിശദീകരിക്കേണ്ടത് എന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ആദ്യം ചോദിച്ചത്, അള്ളാഹുവിനോടുള്ള ദുആഇനെ സംബന്ധിച്ച് ആരാധന എന്നല്ലാതെ ഇസ്തിഗാസ, സഹായതേട്ടം എന്നിങ്ങനെയുള്ള തരത്തിലുള്ള പ്രയോഗം ആരെങ്കിലും നടത്തിയത് ഇല്ല, അത് മുജാഹിദുകൾ കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണ് എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ തഫ്സീറുകൾ ഉദ്ധരിച്ചു. അല്ല, ഇസ്തിഗാസ എന്ന സലഫികൾ പറയുന്ന അതേ അർത്ഥം എല്ലാ മുഫസ്സിറുകളും കൊടുത്തിട്ടുണ്ട്. ചിലത് ഞാൻ ഉദാഹരണമായി ഇവിടെ സൂചിപ്പിച്ചു. ഇബ്നു ജരീർ അത്വബരി ഇസ്തിഗാസയെ സംബന്ധിച്ച് ദുആ എന്ന് തിരിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇത് തസ്തഗീസൂന റബ്ബക്കും എന്ന ഖുർആനിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇസ്തിഗാസയെ സംബന്ധിച്ച ആയത്തിന് ഇത് തദ്ഊന റബ്ബക്കും എന്ന് തന്നെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. പിന്നെ ദുആ ആരാധനയാകുമോ ഇസ്തിഗാസ ആരാധനയാകുമോ അത് ഞങ്ങൾ പഠിപ്പിക്കേണ്ടതില്ല. അത് ആരാധനയാകും എന്നതുകൊണ്ടാണ് നിങ്ങൾ തനിച്ച ഷിർക്കിലും കുഫറിലുമാണ് അകപ്പെട്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം ബോധ്യപ്പെടുത്തുകയും ഷിർക്കിൽ പതിക്കുകയും ഷിർക്കിലേക്ക് പാമരന്മാരായ ജനങ്ങളെ തള്ളിവിടുകയും ചെയ്യുന്ന പണ്ഡിതന്മാരായ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ തൗഹീദിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുള്ള ശ്രമം പ്രമാണബദ്ധമായി ഞങ്ങൾ നടത്തുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞു എന്ത്, അത് ആരും പറഞ്ഞിട്ടില്ല. പക്ഷെ ആ പറഞ്ഞിടത്ത് തന്നെ ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ കേൾപ്പിച്ചപ്പോൾ ഇപ്പൊ മുസ്ലിയാർ പറയാണ് അതെനിക്ക് നാക്കുപിഴ പറ്റിയതാണ്. അതായത് ഇസ്തിഗാസ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഉടനെ തന്നെ ഞാനത് പ്രാർത്ഥന എന്ന് മാറ്റിയല്ലോ. മുസ്ലിയാരെ, ഞാൻ എന്താ മനസ്സിലാക്കുക, ഇസ്തിഗാസ തന്നെയാണ് പ്രാർത്ഥന എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ. പ്രാർത്ഥന ഇസ്തിഗാസയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഞങ്ങൾ. പ്രാർത്ഥന ശിർക്കാകുമെന്നും ഇസ്തിഗാസ ശിർക്കാവുകയും ഇല്ല എന്ന് നിങ്ങൾ പറയുന്നു. എല്ലാ മുസ്ലിയാക്കന്മാരും അതേ വാദക്കാരാണോ എന്ന് എനിക്കറിയില്ല. കൊട്ടപ്പുറത്ത് കാന്തപുരം സംവാദത്തിന് വേണ്ടി വന്ന സമയത്ത് അദ്ദേഹത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥനയ്ക്ക് തെളിവ് കാണിക്കുമോ എന്നതായിരുന്നു മൗലവിയുടെ ഒരു വാശി. എന്നിട്ട് വ്യക്തമായി തെളിവ് കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് വസൽമൻ അർസലിനെ ഉദ്ധരിച്ച കാര്യം, ആ സംവാദവും അതുമായി ബന്ധപ്പെട്ട ഇരു വിഭാഗത്തിന്റെയും എഴുത്തുകളും ഒക്കെ പരിശോധിക്കുന്ന ആളുകൾക്ക് വ്യക്തമായിട്ട് കാണാനായിട്ട് സാധിക്കും. മനസ്സിലായില്ലേ? അപ്പൊ അത് നിങ്ങൾ പ്രത്യേകം പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. ഞാനിവിടെ ചോദിച്ചത്, ഞാൻ എൻ്റെ വിഷയാവതരണത്തിൽ തന്നെ ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും, ഉത്തരം ചെയ്യുന്നത് പോലെ ഉത്തരം ചെയ്യും എന്നുള്ള നിങ്ങളുടെ വിശ്വാസം, അതും മരണപ്പെട്ടവരെ കുറിച്ച്.
അതും നിങ്ങൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ ഇലാഹല്ല നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ അള്ളാഹു മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ പിന്നെ മരണപ്പെട്ടവർ എന്തായാലും ചെയ്യരുള്ളൂ, ഇലാഹല്ലാത്തത് കൊണ്ട്. എന്നാൽ അള്ളാഹു കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും എന്ന് പറയുമ്പോൾ ലൈസ കമിസ്ലിഹി ശൈഉൻ വഹുവ സമീഉൽ അലീം എന്ന ഖുർആൻ ആയത്തിന് ഘടകവിരുദ്ധമാണത്. നിങ്ങൾ എങ്ങനെയാണ് മരണപ്പെട്ടതിന് ശേഷവും ഷെയ്ഖുമാരും നബിയും ഒക്കെ അള്ളാഹ് കാണുന്നത് പോലെ കാണും, കേൾക്കുന്നത് പോലെ കേൾക്കും എന്ന് വിശ്വസിക്കുന്നത്? അതിനെക്കുറിച്ച് ഖമാ എന്ന് നിങ്ങൾ മിണ്ടിയിട്ടില്ല. എന്റെ ചോദ്യത്തിന്റെ അവസരം പാഴാക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത് ദയവ് ചെയ്ത് ഇനി സഖാഫി ചെയ്യരുത്. ചോദ്യത്തിന് ഉത്തരം പറഞ്ഞതിന് ശേഷം സമയമുണ്ടെങ്കിൽ മറ്റു കാര്യങ്ങൾ ബാക്കി എന്നോട് ചോദിക്കേണ്ട സമയത്ത് നിങ്ങൾ ചോദിച്ചോളൂ, അതിന് ഞാൻ അപ്പോൾ മറുപടി പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയങ്കരനായ സഹോദരൻ ഷംസുദ്ദീൻ മൗലവി അദ്ദേഹം പറയുന്നത്, മുജാഹിദുകൾ പറഞ്ഞിട്ടുള്ള അർത്ഥം എല്ലാവരും കൊടുത്തിട്ടുണ്ട്, എല്ലാ ഇമാമിങ്ങളും എല്ലാ മുഫസ്സിരീങ്ങളും കൊടുത്തിട്ടുണ്ട് എന്നാ. മുജാഹിദീങ്ങൾ പറയുന്ന വിളിച്ചുതേട്ടം എന്ന ആ അർത്ഥം ഏത് മുഫസ്സിറാണ് കൊടുത്തിട്ടുള്ളത് എന്ന് ഞാൻ ചോദിച്ചിരുന്നു. ഞാൻ ആവശ്യപ്പെട്ടിരുന്നു അത് നിങ്ങൾക്ക് കാണിക്കാമെന്ന്. പക്ഷെ നിങ്ങൾ കാണിച്ചിട്ടില്ല. മറിച്ച് നിങ്ങൾ കാണിച്ചതെന്താ? ഇമാം ബഗ്വിയുടെ തഫ്സീറിൽ നിന്ന്, ഇമാം ഖുർത്തുബിയുടെ തഫ്സീറിൽ നിന്ന് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത് ഇസ്തിഗാസ എന്ന അർത്ഥത്തിന് ദുആ എന്ന പ്രയോഗമുണ്ട്. അതിലാർക്കും എതിരഭിപ്രായവും ഇല്ല, അതിലെതിരഭിപ്രായമില്ല. മറിച്ച് വിളിച്ചു പ്രാർത്ഥന, ലാ തദ്ഉ മഅല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് പുറമെ മറ്റൊന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കരുത്. അല്ലെങ്കിൽ ഇന്നമാ അദ്ഉ റബ്ബി, ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കൂ എന്ന ഒരു തഫ്സീർ അവരാരും കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾ ഇവിടെ കാണിച്ചിട്ടുമില്ല. ഇനിയും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാൻ അവസരമുണ്ട്. പിന്നെ മൗലവി സാഹിബിന്റെ പ്രസക്തമായ ചോദ്യത്തിന്റെ ഭാഗം, അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് പോലെ ഔലിയാക്കന്മാരും മഹത്തുക്കളും കാണും. അല്ലാഹു തആല കേൾക്കുന്നത് പോലെ മഹാരഥന്മാരായ അമ്പിയാക്കളും ഔലിയാക്കളും കേൾക്കും. അല്ലാഹു തആല ചെയ്യുന്നത് പോലെ അമ്പിയാക്കളും ഔലിയാക്കളും ചെയ്യും എന്ന് സുന്നികൾക്ക് വിശ്വാസമുണ്ടോ? ആ പരാമർശത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? കൃത്യമാണ്, ഉത്തരം വ്യക്തമാണ്. ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിച്ച ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, മാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ أحب إلي مما افترضت عليه وما يزال عبدي يتقرب إلي بالنوافل حتى أحبه وإذا أحببته كنت سمعه الذي يسمع به وبصره الذي يبصر به ويده التي يبطش بها ورجله التي يمشي بها وإن سألني لأعطينه وإن استعاذني لأعيذنه. എന്താ ഇമാം ബുഖാരി തങ്ങൾ പറയുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖുദ്സിയായ ഹദീസാണ്. അല്ലാഹ് പറയുന്നു, ഞാൻ ഫർളാക്കിയ കാര്യങ്ങൾക്ക് പുറമെ സുന്നത്തായ ധാരാളം അമലുകൾ ചെയ്ത് എന്റെ അടിമ എന്നിലേക്ക് അടുത്താൽ കുൻതു സംഅഹുല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും, അവൻ കേൾക്കുന്ന ചെവി ഞാനാകും. വബസറഹുല്ലദീ യബ്സുറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനാകും. വരിജിലഹുല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാലി ഞാനാകും. വയദഹുല്ലതീ യബ്തിഷു ബിഹാ, അവൻ പ്രവർത്തിക്കുന്ന കരങ്ങൾ ഞാനാകും. അള്ളാഹു ആകുമെന്ന് അള്ളാഹ് പറഞ്ഞു. ഇത് റസൂലുള്ള നുബുവത്തിന്റെ നാവ് കൊണ്ട് നമ്മോട് വിശദീകരിച്ചു. ധാരാളം അമൽ, സുന്നത്തായ അമൽ ധാരാളം പ്രവർത്തിച്ചുകൊണ്ട് ഒരു അടിമ വലിയന്റെ പദവിയിലേക്ക് കയറിയാൽ അല്ലാഹു തആല അവന്റെ കൈകൾക്കും കാലിനും അതുപോലെ തന്നെ ശരീരങ്ങൾക്കുമെല്ലാം പ്രത്യേകമായ പവർ നൽകും. ഈ ഹദീസ് അല്ലാമ ഫഖ്റുർ റാസി റഹിമഹുല്ലാഹ് അവിടുത്തെ മഫാത്തിഹുൽ ഗൈബിൽ വിശദീകരിക്കുന്നത് കാണാം, അഥവാ തഫ്സീറുർ റാസിയിൽ. വകദാലികൽ അബ്ദു ഇദാ വാളബ അല ത്വആതി ബലഗ ഇലൽ മഖാമി അല്ലദീ യഖൂലുല്ലാഹ് കുൻതു സംഅൻ ലഹു കുൻതു ലഹു സംഅൻ وبصرا واذا صار نور جلال الله سمعا له سمع القريب والبعيد. അല്ലാഹു തആല ഒരാളുടെ ചെവിയാവുക എന്നാൽ ആ അല്ലാഹു ഒരാളുടെ ചെവിയായി കഴിഞ്ഞാൽ സമി അൽ ഖരീബ വൽ ബഈദ, വിദൂരത്തുള്ളതും അടുത്തുള്ളതും അവന് സമമായിരിക്കും, ഒരുപോലെ കാണാനും കേൾക്കാനും കഴിയും. അതുപോലെ തന്നെ വൈദാ സാറ ദാലിക നൂർ, അല്ലാഹു തആല ബസറൻ ലഹു, ഒരാളുടെ കണ്ണാകുമെന്ന് പറഞ്ഞാൽ അൽ ഖരീബ വൽ ബഈദ, അടുത്തുള്ളതും വിദൂരത്തുള്ളതും ഒരുപോലെ അവന് കാണാൻ കഴിയുന്നതാണ്. വൈദാ സാറ ദാലിക നൂർ യദൻ ലഹു, അല്ലാഹു ഒരാളുടെ കരം കൈ ആകുമെന്ന് പറഞ്ഞാൽ ഖദറ അല തസറുഫി ഫിൽ സഅബി വസ്സഹരി വൽ ബഈദി വൽ ഖരീബി, അടുത്തുള്ളതും വിദൂരത്തുള്ളതും അതുപോലെ തന്നെ പ്രയാസകരമായതും എളുപ്പമായതും എല്ലാം ഒരുപോലെ ചെയ്യാൻ കഴിയും. കാലാകുമെന്ന് പറഞ്ഞാൽ ദൂരത്തേക്കും അടുത്തേക്കുമെല്ലാം ഒരുപോലെ സഞ്ചരിക്കാൻ കഴിയുമെന്ന് ഇമാം റാസി റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്നു.
ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു മദീന പള്ളിയിൽ ഖുതുബ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ യാ സാരിയാൽ ജബൽ അൽ ജബൽ എന്ന് പറഞ്ഞത്. എന്തേ? ആയിരക്കണക്കായ കിലോമീറ്ററുകൾ അപ്പുറത്ത് നഹാബന്ദിൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന സാരി റളിയല്ലാഹു തആല അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള പട്ടാളത്തിന് ദോഷകരമായ സംഭവം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ മദീനയിൽ മിമ്പറിൽ വെച്ച് നോക്കിക്കാണുന്നു. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് അള്ളാഹുവിന്റെ വലിയാൻ. അദ്ദേഹം ദൂരത്തുള്ളത് മദീനയിൽ നിന്ന് നോക്കുന്നു, കാണുന്നു. ഉടനെ തന്നെ പറയുന്നു, യാ സാരിയ അൽ ജബൽ അൽ ജബൽ, മലയുടെ ഭാഗത്തേക്ക് നോക്ക് സാരിയ, ശ്രദ്ധിക്ക് എന്ന് പറയുന്നു. കാരണം ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബിന്റെ നാവ് അള്ളാഹുവായ നാവാൻ. റസൂലുള്ള പറഞ്ഞു, ഞാനാകും അവന്റെ നാവ്, കണ്ണ്, ചെവി എന്നൊക്കെ പറഞ്ഞ ആ ശരീരത്തിന്റെ ഉടമയാണ്. അവിടുന്ന് പറഞ്ഞു, ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് സാരിയ റളിയല്ലാഹു അൻഹു ശബ്ദം കേൾക്കുന്നു. ഉമറിന്റെ ശബ്ദം റളിയല്ലാഹു തആല അൻഹുമാ ആ ഭാഗം ശ്രദ്ധിക്കുന്നു, യുദ്ധത്തിൽ വിജയിക്കുന്നു. ഇത് മഹാരഥന്മാരായ ഇമാമിങ്ങളെല്ലാം രേഖപ്പെടുത്തി. ഇബ്നു തൈമിയ്യ അടക്കമുള്ള മുജാഹിദിന്റെ പണ്ഡിതന്മാർ പോലും അതിന് അംഗീകാരം കൊടുത്തതല്ലേ. അല്ലാഹു തആല ഒരു വ്യക്തിയുടെ, ഒരു ശക്തിയുടെ കയ്യും കാലും ശരീരവും ആകുമെന്ന് പറഞ്ഞാൽ അതിന് അല്ലാഹു തആല കയ്യും കണക്കുമില്ലാത്ത, അളവില്ലാത്ത ശക്തി അതിന് കൊടുക്കുമെന്നാണ് എന്ന് അല്ലാമ ഫഖ്റുർ റാസി റഹിമഹുല്ലാ രേഖപ്പെടുത്തുന്നു. ധാരാളം ഇമാമിങ്ങൾ ഈ വിഷയം പ്രതികരിച്ചിട്ടുണ്ട്, പ്രതിപാദിച്ചിട്ടുണ്ട്. വല്ലാഹു വലിയ തൗഫീഖ്. ചോദ്യത്തിന് ഉത്തരമായിട്ടുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ വീണ്ടും ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.